പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വാഗ്ദാന നാട്ടിലേക്ക് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം പറഞ്ഞത്. ആദ്യ ദിവസം പറഞ്ഞത് ചെങ്കടൽ, രണ്ടാം ദിവസം പറഞ്ഞത് മരുഭൂമി, മൂന്നാം ദിവസം പറയാൻ പോണത് ജോർദാൻ. ജോർദാൻ കടക്കുന്നതിന് ഒരു ന്യായമുണ്ട്, ഒരു ആത്മീയമായ ഒരു അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ്. അതെല്ലാം അതിലൂടെ എല്ലാം ദൈവ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യത പ്രാപിക്കാനാണിത് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ നാടകത്തിൻ്റെ ഓരോ സീന് പോലെ അവതരിപ്പിക്കുകയല്ല ഇത് വാഗ്ദാനം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ഒന്നാണ് മൂന്നാമത്തതാണ് ജോർദാൻ. ജോർദാൻ എന്താണ് ചെയ്യേണ്ടത്? ജോർദാൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അടുത്ത് ജോഷുവ 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ കർത്താവിനെ തന്നെയാണ് സേവിക്കണതെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ പണ്ട് ഞാൻ കാട്ടൂർപ്പള്ളി ഇരിക്കുകയാണ്. കാരണം അച്ഛനവർക്ക് ധ്യാനഗുരുക്കന്മാർ പൊടിക്കൈ പറയണല്ല എൻ്റെ കണ്ണു തള്ളിപ്പോയൊരു. ഇപ്പം ഞാനിങ്ങനെ റോഡിരിക്കുകയാണ്, അത് കൊച്ചച്ഛനാണ്, 87. ഇപ്പോൾ ഒരു വല്യമ്മയുടെ മാല പോയി. ഇപ്പോൾ മാല പോയപ്പോൾ ഈ വല്യമ്മ അന്തൂരി സൂന്യാളൻ്റെ അടുത്ത്, ഇപ്പം ഞങ്ങളുടെ അവിടെ ഈ ക്രിസ്തുരാജ സന്നിധി എന്നും സംഭവം ഉണ്ട്. അവിടെ ഈ കർത്താവ് ക്രിസ്തുരാജൻ്റെ രൂപം കുരിശെടുത്ത് സങ്കേതമാണത്. അപ്പം അവിടെ വന്ന് വലിയ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛ 2.25 പവൻ്റെ മാലയാണ് പോയത്. അപ്പോൾ ഇവർ വേറെ എവിടെയോ ഈ തെളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവർ ചെല്ലുമ്പോൾ ആ തെളിപ്പിക്കുന്ന ആളവിടെ ഉണ്ടാകണമെന്ന്. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആരും മേനി നടിക്കുകയും ഞെളുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആഭിചാരം കൊടുകുത്തി മൂത്ത ആഭിചാരം ഏതാണ് വിശ്വാസം ഏതാണ് അറിയാൻ പാടില്ല ഒരു കാലം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല, എന്നാലും ഒരു അഴക്ക് ഇത്രയും ജന്മങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നേടിയെടുത്തതിനേക്കാളും വലിയ പ്രാധാന്യം നേരത്തെ നമ്മൾ കൊടുത്ത പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾക്ക് കൊടുക്കും നമ്മൾ. അതാണ് പറയുന്നത്. അതാണ് നേടിയെടുത്ത വാഗ്ദാന നാടല്ലേ. ആ വാഗ്ദാന നാടിനെക്കുറിച്ച് കിണിയാമണിയെ അറിയാൻ പാടില്ലാത്തവൻ ജോർദാൻ്റെ അക്കരെ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന ഫോളോ ചെയ്യണവൻ പണ്ടത്തെ പോലെ. ജോഷുവൊക്കെ വിറഞ്ഞിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി നടക്കത്തില്ല, നിങ്ങൾ ജോർദാൻ്റെ അക്കരെ നിന്നാൽ മതി, നദിക്ക് അക്കരെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ എന്നാ ചെയ്ത ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ വാഗ്ദാന നാട് അതിനു വേണ്ടിയുള്ള അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കട്ടനയുടെ നിലപാടെടുക്കണം. ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അത് ഈശോ വന്നപ്പോഴും ആ കട്ടൻ്റെ നിലപാടുകൾ വരുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സാത്താന്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും, എല്ലാ വിഷയങ്ങളും, സമീപനങ്ങൾ, ചെയ്യുന്ന രീതികൾ എല്ലാം
ഉപേക്ഷിക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മകന് 16 കൊല്ലം മുമ്പ് അവനൊരു ലോൺ എടുത്തപ്പോൾ അപ്പനിടയ്ക്ക് എന്ന് വീട് വെക്കാനുള്ള ഇത് എഴുതി മേടിച്ചായിരുന്നു. 10 സെൻറ്റ് മറ്റേ എഴുതി മേടിച്ചായിരുന്നു. ഇപ്പം അപ്പന് ഓർമ്മയൊക്കെ പോയി, അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ഇപ്പോൾ ഈ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും 4 മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. അതിലാരങ്ങനെ ആരൊന്നും പറഞ്ഞില്ല ചേട്ടാ. പക്ഷേ ഈ അനിയന്മാരൊക്കെ വലിയ അവർക്കൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കണക്ക് അപ്പൻ ചെയ്തതല്ലേ അപ്പൻ്റെ സ്വത്ത് ആ രീതി കണ്ട്. പക്ഷെ എന്നാലും ചേട്ടായിക്ക് പറയാമായിരുന്നു എന്താണ്, അപ്പോൾ എനിക്ക് 10 സെൻറ്റ് അപ്പം നേരത്തെ തന്നിട്ടുള്ളതാണ്, ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് ഇയാൾ പറയത്തില്ല. ഉടമ്പടിയിലാണ് 8 പുതുക്കിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ അണ്ണൻ പറയത്തില്ല. അതെന്താണ്, ഈ പഴയ പഴയ വഞ്ചനയും ചതിയും പറ്റിപ്പും ആ വിഗ്രഹം ഇപ്പോൾ ഇയാളുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ട് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ദൈവാനുഗ്രഹം പ്രവേശിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോഷുവ പറയണത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വഭാവമാണിത്. കള്ളത്തരവും വഞ്ചനയും ചതിയും മറ്റുള്ളവരുടെ സാധനം ഒപ്പിച്ചും പറ്റിച്ചും ഒക്കെ എടുക്കുക. അത് ഈ നദിക്ക് അക്കരെ മാറ്റണം. നിങ്ങൾ പോയാലൊരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ ഏറ്റവും കട്ടൻ്റെ നിലപാടാണ്. ഇതൊരു നിലപാടാണ്. ഇത് നിലപാട് മുന്നോട്ട് പോകും തോറും നമ്മൾ വാഗ്ദാന നാടൻ്റെ പ്രാപിക്കുക മാത്രമല്ല അവിടെ അനുഭവിച്ച് ഒരുപാട് നന്ദി. ഈ അൾത്താരയിൽ ഇങ്ങനെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ. എൻ്റെ പേര് റിനി ജോർജ്. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് പഴങ്ങാട് ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു എനിക്ക് OET എക്സാം പാസ്സാവുക എന്നുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ്. ഞാനപ്പോൾ ഈ OET എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ എങ്ങനെ പാസ്സാകും എന്നൊക്കെ. എന്നിരുന്നാലും ഞാൻ OET എന്ന നിയോഗ ഉടമ്പടിയിൽ വെച്ചിരുന്നതിൻ്റെ ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ക്ലാസ്സിൽ ഞാൻ പോയി തുടങ്ങി. ക്ലാസ് ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് സ്പീക്കിംഗ് എന്ന മൊഡ്യൂളായിരുന്നു. അതിലെനിക്ക് ടീച്ചേഴ്സൊക്കെ വന്നിരുന്നിട്ട് എന്നോട് സ്പീക്കിംഗ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പക്ഷേ പ്രാർത്ഥനയിലും മാതാവിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ സ്പീക്കിംഗ് ഒരുവിധം ഞാൻ കയറി വന്നു. അങ്ങനെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ ചെന്നിരുന്നു. അപ്പം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഇൻ്റർലോക്യൂട്ടറായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എൻ്റെ ഇൻ്റർലോക്യൂട്ടർ ബ്രേക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഫോറിനറായിരുന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം മുഴുവൻ പോയി. പിന്നെ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി, ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. ഞാൻ ലിസി ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കംഫർട്ടബിളാക്കി. എനിക്കങ്ങനെ സ്പീക്കിങ്ങിന് എന്നെ ഒരുപാട് സഹായിച്ചു. ആളിങ്ങനെ വാച്ചിൽ എനിക്കിങ്ങനെ ടൈമൊക്കെ കഴിയാറായി എന്നൊക്കെ കാണിച്ചു തരികയൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും പാട്. അതിനെനിക്ക് 380 കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടി പുതുക്കി. അപ്പോൾ കൗൺസിലറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബൈബിൾ വായിക്കുന്നത് കുറവാണ്, ബൈബിൾ നന്നായി വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബൈബിൾ വായനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. റീഡിങ് ലിസണിങ് വരെ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയത്. ഞാൻ ഇപ്പോൾ ഒരുപാട് ബൈബിളായിരുന്നു പിന്നെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്, എൻ്റെ മെറ്റീരിയൽ വായിക്കുന്നതിൽ കൂടുതലായിട്ട്. അങ്ങനെ എക്സാം രണ്ടാമത് 1 മാസത്തിനകം തന്നെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. ആദ്യത്തെ എക്സാം ഞാൻ കോയമ്പത്തൂർ പോയായിരുന്നു എടുത്തത്. എല്ലാവരും പറഞ്ഞു അവിടെ എഴുതുന്നതാണ് കുറച്ചുകൂടി ഈസി എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ എക്സാം ഞാൻ നാട്ടിൽ തന്നെ ഇവിടെ തേവര അടുത്ത് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു.
ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോയി ആ എക്സാം എഴുതി. പക്ഷേ എനിക്ക് ആ എക്സാം ഭയങ്കര പാടായിരുന്നു. ഇത് സ്പീക്കിംഗ് ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റിസൾട്ടിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ടും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. അങ്ങനെ റിസൾട്ട് വരുന്ന ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ അങ്ങനെ റിസൾട്ട് നോക്കി. എനിക്ക് ഏറ്റവും ടഫായിരുന്ന റീഡിങ് ലിസണിങ്. എനിക്ക് 350 കറക്റ്റ് മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാനങ്ങനെ OET പാസ്സായി. ഞാൻ OET പാസ്സായതിന് ശേഷം എല്ലാ യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള അയർലൻഡ്, ന്യൂസിലൻഡ്, UK എല്ലാ കൺട്രീസും റിക്രൂട്ട്മെൻറ്റുകളെല്ലാം ഫ്രീസ് ചെയ്തു. 1.5 വർഷത്തോളം ഞാൻ ഒരു 300ഓളം ഇൻ്റർവ്യൂസും ആപ്ലിക്കേഷൻസും എല്ലാം ഞാൻ അയച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയിരുന്നു. അങ്ങനെ ജോലി കയറി ഞാൻ ഉടമ്പടിയിലൊക്കെ പതിയെ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാം പുറകോട്ട് പോയി. വീണ്ടും അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു. അതിൻ്റെ വാലിഡിറ്റി 1 ഇയർ കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഒരു തവണ കൂടി ഞാൻ DL എടുത്തു. അതിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നെയെങ്കിലും ജോലി റെഡി ആവണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. നാട്ടിൽ കൊച്ചിയിൽ വെച്ചൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ലഭിക്കുമെന്ന് തന്നെ വിചാരിച്ചു ഞാൻ അവിടെ പോയി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കിട്ടില്ല, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആത്മീയമായി മാനസികപരമായി ഒരുപാട് തളർന്നു. അതിനുശേഷം എനിക്ക് വേറൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അതെനിക്ക് ഇപ്പോഴും അറിയില്ല അതെനിക്ക് എങ്ങനെ കിട്ടിയതാണോ എന്നറിയില്ല. ആ ഏജൻസിയുടെ നമ്പർ, ആ ഏജൻസി എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്നു. എനിക്ക് ആദ്യം ഫസ്റ്റ് നഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ ഒരു നഴ്സിംഗ് ഹോം ആയിരുന്നു. ഇവരും എനിക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ തന്നു. അത് നഴ്സിംഗ് ഹോമിലോട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ സെലക്റ്റായി. എനിക്കിപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇതുവരെ ജോലിക്കൊന്നും പുറത്തോട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാച്ചിൽ ഞങ്ങൾ ഒരു 48 പേരുണ്ട്. അതിൽ 47 പേരും UK, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്ന സാലറിയിൽ ഏറ്റവും അധികം സാലറിയുടെ പാക്കേജും ബെനിഫിറ്റ്സും കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. അത് എൻ്റെ കൃപയാലല്ല, എൻ്റെ ഒരു കഴിവിലുമല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. എനിക്കിതിലെല്ലാം എന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മച്ചിയും ഹസ്ബൻഡും എല്ലാ ഫാമിലിയുമാണ്. അവർ കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഈ ആൾക്കാരെ സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഏറ്റവും ആവശ്യം ആർക്കുള്ളതാണെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രമാണെങ്കിലും ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കും. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 12 നിലയാണ്. ഞാൻ ഏറ്റവും നേരത്തെ നിലയിൽ പോയിട്ട് ഓരോ ഫ്ലോറിലും ഇറങ്ങി വന്നിട്ട് മിക്ക ഫ്ലോറുകളിലും ICU ഉണ്ട്. ആ ICUവിലേക്ക് ഫ്രണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും കൊടുക്കും. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പേരുടെ 4 ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് വളരെ പേടിയുള്ള ഒരാളാണ്. ഇങ്ങനെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പോലും ഈശോയുടെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. നമ്മൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കമൻ്റാണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ ചോദിച്ച ഈ കാര്യവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നുവെന്ന്. എന്ന് വെച്ചാൽ മുൻപ് നീ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഇതും ഞാൻ നിനക്ക് നൽകുന്നു, കാരണം എനിക്ക് നിന്നെ നന്നായി അറിയാം. റിനി ജോർജ് എന്ന് പറയുന്ന ഈ മകൾ വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. OETയുടെ മൊഡ്യൂളെല്ലാം വളരെ ടഫായിരുന്നു എന്നാണ് ഈ മകൾ ഇവിടെ ഏറ്റു പറയുന്നത്. പക്ഷേ ഓരോ സമയത്തും സ്പീക്കിങ്ങിൻ്റെ വളരെ ടഫായിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു.
അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എത്ര എളുപ്പത്തിൽ പരിശുദ്ധ അമ്മ അവരെ കടത്തിവിട്ടു എന്ന് ഈ മകൾ പറയുകയുണ്ടായി. ഒരു ഫോറിനർ തന്നെ വന്ന് തന്നോട് മലയാളത്തിൽ അറിയാവുന്ന മലയാളം വാക്കുകൾ ഈ മകളോട് സംസാരിച്ച് ഇവൾ വിട്ടുപോയ കാര്യങ്ങൾ ഏറ്റെടുത്ത് സമയമായി നീ പെട്ടെന്ന് പറയണം. ഒരു ഇൻ്റർവ്യൂവർ ഒരിക്കലും അങ്ങനെ സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാത്തതാണ്. മാക്സിമം നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റിയോ എത്രമാത്രം കോമ്പിറ്റൻ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യുന്നതാണ്, ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഇൻ്റർവ്യൂ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ആ സ്പീക്കിംഗ് മോഡ്യൂൾ പാസ്സാകാൻ സാധിച്ചതെന്ന് ഇവിടെ ഏറ്റു പറയുന്നു. കൗൺസിലർ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അസസ്മെൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ബൈബിൾ വായിക്കുന്നത് കുറവാണ്. മകൾ വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി വളരെ കൃത്യമായി പാലിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം OET പാസ്സായി. അതിനുശേഷം വിസ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്ന ആദ്യത്തെ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ അതായിരുന്നു. പല കൺട്രികളും ഫ്രീസിങ്ങിലായിരുന്നു. അവർക്ക് യാതൊരു ഫോറിനേഴ്സിനെ, ഇന്ത്യൻസിനെ വിസ നൽകുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പാണ്. വളരെ അധികം പ്രാവശ്യം ഈ മകൾ തകർന്നു പോയെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു അറിയിപ്പാണ്, നിനക്ക് ലഭിക്കുന്ന ഈ വിസ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലായിരിക്കുമെന്ന്. ഇവരുടെ ഒപ്പം 47 പേർ പഠിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ 48ാമത്തെ ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് നന്ദി പറയുന്നത്, ഞാനാണ് ഏറ്റവും അധികം ഹൈലി പാക്കേജുള്ള സാലറിയും അതുപോലെ തന്നെ ബെനഫിറ്റ്സും സ്റ്റേ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളോടും കൂടി അടുത്ത് പള്ളിയുണ്ട്, എനിക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഞാനെപ്പോഴും ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടി മുന്നേ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മളുടെ ഉടമ്പടി ചെയ്തതെന്ന് റീനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിൽ അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റൻ്റ് എക്സാമിൽ തടസ്സം നിൽക്കുന്ന, അതിന് വിഷമങ്ങൾ അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന എല്ലാ യുവതിയുവാക്കളുടെയും മക്കളുടെയും സാഹചര്യങ്ങളെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹം. എൻ്റെ വൈഫ് ഷിൽജി, ഇതമ്മ. ഞങ്ങൾ ടീച്ചേഴ്സായിരുന്നു രാജസ്ഥാനിൽ. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2025 ഡിസംബർ 30-നായിരുന്നു. ഞങ്ങളുടെ പ്രധാന ഉടമ്പടിയുടെ ഉദ്ദേശം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം എന്നൊരാഗ്രഹമായിരുന്നു. അതുപ്രകാരമായിരുന്നു ഞങ്ങൾ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത്. 2024 ജാനുവരി 4-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ജാനുവരി 7-ാം തീയതി തന്നെ തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിന് മുന്നേ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുകയും സാക്ഷ്യങ്ങൾ സെൻഡ് ചെയ്ത് തരികയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ജാനുവരി 7-ന് അവിടെ ചെന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ജൂണിൽ ഞാൻ പ്രഗ്നൻ്റായി. ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് ബ്ലീഡിങ് ആയി. കുറച്ച് ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ആഫ്റ്റർ 2 വീക്സ് അത് അബോട്ടായി. നെക്സ്റ്റ് എൻ്റെ ഹസ്ബൻഡും ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ശരിക്കും ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഈവനിങ് പ്രെയർ, അതുപോലെ ട്യൂസ്ഡേ ഉള്ള അച്ഛൻ്റെ ടോക്ക് ഇതെല്ലാം കേൾക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുമായിരുന്നു. പത്രം എൻ്റെ അമ്മ ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് തരും. ഞങ്ങളങ്ങനെ അവിടെ വിതരണം ചെയ്യുമായിരുന്നു. ജൂണിൽ ആ അബോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ടൈം ഞാൻ ഓഗസ്റ്റിൽ വീണ്ടും പ്രഗ്നൻ്റായി. ഓഗസ്റ്റിൽ പ്രഗ്നൻ്റ് ആയപ്പോഴും ഒത്തിരി സന്തോഷിച്ചു. രണ്ടാമത് ഒരു നല്ലൊരു കുഞ്ഞിനെ മാതാവ് തരും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു നല്ല ഗ്രോത്തുള്ള കുഞ്ഞാണ്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു. ഞങ്ങളും ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ജപമാല ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ 33 വിശ്വാസ പ്രമാണം, അതുപോലെ എത്രയും ഉള്ള മാതാവ്, ഇതൊക്കെ ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. 3rd മന്ത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 3rd മന്ത് ആയപ്പോഴേക്കും എനിക്ക് തലകറക്കം വന്നു. തലകറക്കം വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ആയി. ആദ്യം കുറച്ച് ബ്ലീഡിങ്, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഹെവി ബ്ലീഡിങ് ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഈ കുഞ്ഞിനെ മാതാവ് തരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു.
ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഞാൻ അന്ന് അവിടെ നിന്ന് ഒരു 150ഓളം വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. അത്രയും എണ്ണിക്കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് മിറാക്കിളാണ്, കുഞ്ഞിന് ഗ്രോത്ത് ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും മെഡിസിൻ കൊടുത്ത് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി വീട്ടിലോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് വീട് ചെക്കപ്പിന് വരണമെന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിരുന്നില്ല, ആളിന് ലീവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ എന്താണെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നെ സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല. സാധാരണ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ കാണിക്കും, ബേബി നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ ഡോക്ടർ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് അടുത്തുള്ള വേറൊരു സ്കാനിങ് സെൻറ്ററിലേക്ക് ഞങ്ങളെ വിട്ടു. അപ്പോഴും എൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്കാനിങ് സെൻറ്ററിൽ ചെന്നു. അവിടെയും സ്കാൻ ചെയ്തു പുറത്തിറങ്ങി. എനിക്ക് അപ്പോഴും ഒന്നും അറിയില്ല, കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് കാര്യം മനസ്സിലായി. ആളെന്നോട് പറഞ്ഞു ചിലപ്പോൾ നിന്നെ അന്നത്തെ പോലെ ചിലപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം അഡ്മിറ്റ് ആക്കി എന്തെങ്കിലും മെഡിസിൻസ് തന്നു കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവാം എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ അവിടെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ നേരിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം, കാരണം ഡിയാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ശരിക്കും സ്റ്റക്കായി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിലച്ച് പോയതുപോലെ തന്നെ ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിലച്ച ഒരു ജീവച്ഛവമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇവിടെ അഡ്മിറ്റാക്കി ഡിയാൻസി ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അത് അവിടെ എനിക്ക് അനസ്തേഷ്യ തന്നത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലംസൊക്കെ വന്നു. അപ്പോഴും ആ വിഷമം ഉള്ളിൽ ഒരുപാടുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, മാതാവേ നീ തന്ന കുഞ്ഞിനെ നീ എടുത്തു. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളും അത് തന്നെ, കാരണം നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 6 നിയോഗം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വിഷമിക്കരുത്. കാരണം നമ്മുടെ നല്ലതിനായിരിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് നടന്നാലേ നമുക്ക് അതുകൊണ്ട് ഫലമുണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കൊന്ത ചൊല്ലുന്നതും ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കുറച്ചുകൂടി ഞങ്ങൾ സജീവമായിട്ട് കുറച്ച് അധികമായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കൊരു വീഴ്ച വന്നപ്പോൾ നമ്മൾ മാതാവിനെ തള്ളിപ്പറയാതെ, ചില സമയത്ത് സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുത്ത ശേഷമാണ് അങ്ങനത്തെ ഒരു മൈൻഡ് വന്നത്. അതിന് മുന്നേ എന്തെങ്കിലും ഒരു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവം ആ കാര്യം സാധിച്ചു തന്നില്ല, ഇനി ആ പ്രാർത്ഥിക്കണ്ട എന്നൊരു വിചാരം സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരിലും അത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, മാതാവിൻ്റെ കരങ്ങളിലായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്തയല്ല വന്നത്, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ജോധ്പൂർ അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫുഡുകൾ കൊടുക്കാൻ തുടങ്ങി അവിടെയുള്ള ആളുകൾക്ക്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട്, കുറേ പാവങ്ങളുണ്ട് അവിടെ ഈ രാജസ്ഥാനിൽ. നമുക്ക് വഴിയരികിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും ഫുഡില്ലാതെ. അതെ, ജനിച്ച് കുറച്ച് ദിവസമായ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഒന്നും ഇല്ലാതെ അവരുടെ പാരൻസിനായിട്ടൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവർക്കും ഭക്ഷണം കൊടുക്കും, വസ്ത്രം, അതുപോലെ പറ്റാവുന്ന രീതിയിൽ കാശായിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഡിസംബറിൽ നാട്ടിലേക്ക് പോന്നു. നവംബർ 17 ഡിയാൻസി ചെയ്തത്. അപ്പോൾ എൻ്റെ ബോഡി കുറച്ച് വീക്കായിരുന്നു, 2 അബോർഷൻ പെട്ടെന്നായത് കൊണ്ടിട്ട് അങ്ങനെ ഡിസംബറിൽ നാട്ടിലേക്ക് വന്നു. ഡിസംബർ 30 ഇവിടെ വന്ന് ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജാനുവരിയിൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോൾ അവിടെ യുദ്ധം വന്നു. ആ സമയത്ത് മാതാവ് ഞങ്ങളെ കാത്തു. അതായത് അവിടെ ഞങ്ങൾ താമസിക്കുന്നത് യാതൊരു കുഴപ്പവും കൂടാതെ. ടിക്കറ്റ് ക്യാൻസലായി പോയി. അതോടൊപ്പം തന്നെ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പ്രാർത്ഥന, ഉടമ്പടി തൈലം, ഉപ്പ് ഇവിടെ നിന്ന് കിട്ടും, അതെല്ലാം ഞങ്ങൾ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഡെയിലി ഉപയോഗിക്കുമായിരുന്നു അതൊക്കെ. അപ്പോൾ നമുക്കൊരു വിഷമം വരുന്ന സമയത്താണെങ്കിലും ആ ഒരു ഉപ്പ്, അത് മാതാവിൻ്റെ ആ ഉടമ്പടി ഉപ്പെടുത്ത് കുറച്ച് നാവിൽ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാതാവ് കൂടിയുള്ള അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മെയ് 26 എയർപോർട്ടൊക്കെ ഓപ്പൺ ആയ സമയത്ത് ഞങ്ങൾ തിരിച്ച്
നാട്ടിലെത്തി. ജൂൺ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കി. അവിടുത്തെ അറ്റ്മോസ്ഫിയറും കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. നാട്ടിൽ വന്നു. അവിടെ സ്കൂളിൽ വർക്ക് ചെയ്ത ശേഷം പുത്തൻകുരിശിൽ ഞങ്ങൾ ഒരു വീടെടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വീട് നിനക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ നമുക്ക് ഈ വീട് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ആൻറ്റിയുടെ കഴുത്തിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കിടക്കുന്നുണ്ട്, അത് ഉടമ്പടി എടുത്തിട്ടുള്ള ആൻറ്റിയാണ്. നമ്മൾ അങ്ങനെയുള്ളവരടുത്ത് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടായി വേറൊരിടത്തേക്ക് നമുക്ക് പോകില്ല. നമുക്ക് പ്രാർത്ഥനയിൽ ഒരു കുറവ് വന്നാലും ശരിക്കും അവർ നമ്മൾക്ക് സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഗൈനക്കിനെ കണ്ടു. നാട്ടിൽ വന്ന ശേഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗൈനക്കിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ 2 അബോർഷനായി. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട്. IVF പോലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മെഡിസിൻസിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടാവും. നമുക്ക് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഡ്രോപ്പായി അബോർഷനായി പോകുന്ന ഒരു കണ്ടീഷനൊന്നും വരില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് IVF വേണ്ട, കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് മാതാവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ IVF ചെയ്ത് കൃത്രിമ രീതിയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് 1 മാസം സമയം തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത്. ഡോക്ടർ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, അതിനുശേഷം നിങ്ങൾ വന്നാൽ ഞാൻ IVF സജസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞങ്ങൾക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു എന്ന് തന്നെ ഞങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങളുടെ വയറ്റിൽ കുഞ്ഞുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി, പോസിറ്റീവായി. ഒത്തിരി സന്തോഷിച്ച് ഞങ്ങൾ. ഈ പ്രക്കാർഡ് ഞാൻ ആദ്യം കാണിച്ചത് ആ ആൻറ്റീനെയാണ് ഞാൻ കാണിച്ചത്, ഉടമ്പടി എടുത്ത ആൻറ്റീനെ കാണിച്ചത്. ആൻറ്റീനെ കാണിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, മോളെ ഇത് വീക്ക് ലൈനാണ്, ഇത് ഡോക്ടർ എന്ത് പറയുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിനക്ക് ഈ കുഞ്ഞിനെ മാതാവ് തരും. ഉറപ്പിച്ച് പറഞ്ഞു, നിനക്ക് എന്താണെങ്കിലും നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടും, നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിയും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വീണ്ടും കേട്ടത്, ഞങ്ങൾ സന്തോഷിച്ചെന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞു, ഇത് പോസിറ്റീവാണ്, പക്ഷേ വീക്ക് ലൈനാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, നമുക്ക് അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് 190 ഉള്ളൂ, കുഞ്ഞിന് തീരെ ഗ്രോത്ത് ഇല്ല, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ വീണ്ടും ആ ഡിയാൻസിൻ്റെ സമയത്ത് അവിടെ ഇരുന്ന ആ ഒരു ഇതായിരുന്നു. എന്നാലും മാതാവിനെ ഉറച്ച് വിശ്വസിച്ചു. മാതാവ് ഒന്നും കാണാതെ ഇവിടം വരെ എത്തിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 ദിവസം സമയം തരാം, ഇന്നൊന്നും ചെയ്യണ്ട, 2 ദിവസം സമയം തരാം. ഈ 2 ദിവസത്തിൽ 190 എന്നുള്ളത് ഈ ബ്ലഡിൽ ഈ കൗണ്ട് ഇത് 700 ആവണം. 700 ആയാൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓർത്തിട്ട് ഈ 190 എന്നുള്ളത് 700 ആവണം. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ വറിയായില്ല, കാരണം മാതാവുണ്ട്, മാതാവ് എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരും എന്ന് തന്നെ വിശ്വസിച്ചു. ആൻറ്റിയും കൂടെ പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ അമ്മേനെ ഇവിടെ വിളിച്ചു പറഞ്ഞു. അമ്മ ഇങ്ങോട്ടേക്ക് വീണ്ടും വിളിച്ചു, അപേക്ഷ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിന് ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാതാവ് തന്ന് നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്, നിങ്ങൾ വന്ന് സാക്ഷ്യം പറയുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, കുഞ്ഞിനെ മാതാവ് തരും എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചത്. കാരണം 700 എന്നുള്ളത് 1200 ആയി, 700 വേണ്ടെടുത്ത് 1200 ആയി. അതെങ്ങനെ വന്നെന്ന് കൂടി എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത്രയും വിഷമിച്ചു. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് ആ കുഞ്ഞിനെ എനിക്ക് തന്നെ വിശ്വാസമുണ്ട്, എന്നാലും നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. എന്നാൽ അത്രയും ആ ഒരു അത്ഭുതം മാതാവ് അവിടെ സൃഷ്ടിച്ചു. 1200. ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി. ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൊണ്ട് 1200. അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവാണ് ഇത്രയും ഗ്രോത്ത് ഇത്രയും ഇൻക്രീസ് ആക്കി തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇത് 2 ദിവസമേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, എന്നിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കളയാം, ഇത് കണ്ടിന്യൂ ചെയ്യണ്ട, ഇതിപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇത് ഇത്രയും കണ്ടു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നോക്കുമ്പോൾ ട്വിൻസ് ആണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നമുക്കിത് നോക്കാം, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കുഞ്ഞിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു. മാതാവും ഈശോയും കൂടി ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ കരങ്ങളിൽ.
അങ്ങനെ ഒരു 4th മന്ത് ആയപ്പോൾ 4th മന്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി തിരിച്ച്. പിന്നെ ജോലിക്ക് പോകണ്ടായിരുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നത്. ഞാനും ഉൾപ്പെട്ടതായിരുന്നു അത്. അങ്ങനെ എനിക്ക് BP ഹൈ ആയി. ഡോക്ടർ പറഞ്ഞായിരുന്നു 140 എബവ് 140 വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് BP ഹൈ ആയിട്ട് എബവ് 180 വന്നു. അലാം കണ്ടീഷൻ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, വേഗം നിങ്ങൾ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. ഈ 5ാം മാസത്തിൽ ഞാൻ ഒത്തിരി വിഷമിച്ചു. അപ്പോഴും എനിക്ക് പകുതി ബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ബോധത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാക്കും. എനിക്ക് ആ ഒരു വിശ്വാസം എൻ്റെ അബോധ മനസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തോളൂ, വേറെ ആരും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് 5ാം മാസത്തിലും എൻ്റെ കുഞ്ഞിനെ കാത്തു. കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എല്ലാം ചെക്ക് ചെയ്തപ്പോഴും കുഞ്ഞിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 9 മാസം കണ്ടിന്യൂ ചെയ്തു. ഏപ്രിൽ ഡോക്ടർ ആദ്യം ഡേറ്റ് പറഞ്ഞത് ജൂൺ 6 ആയിരുന്നു. ഈ ജൂൺ 6-ാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 28-ാം തീയതി ഏപ്രിൽ 28-ന് അഡ്മിറ്റായി. 30-ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം, കുഞ്ഞിനെ എടുക്കണില്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്തു. നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ ഇവനെ കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു. വീണ്ടും ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അറിയുന്നത് കുഞ്ഞിനെ NICUയിലേക്ക് മാറ്റിയെന്ന് അറിയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ ആ സമയത്ത് തരണം ചെയ്തു. പ്രഗ്നൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ടും ആ പ്രഗ്നൻ്റ് ആയ സമയത്തും. എന്നാലും എൻ്റെ മാതാവും ഈശോയും കൂടി എന്നെ കാത്തു. കുഞ്ഞ് NICUയിലാണ്. അപ്പം മഞ്ഞപ്പാണ് സാധാരണ NICUയിൽ കിടത്തുന്നതെന്ന് വിചാരിച്ചു 3 ഡേയ്സ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി, ഫുൾ ബോഡി ബ്ലൂ കളറായി, അതിനുശേഷം അവൻ വൈറ്റ് കളറായി. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് BP ഹൈ ആയിരുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ശ്വാസക്കുഴൽ വലുതായിട്ടിരിക്കുവാണ്. അപ്പോൾ അവന് സക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുഞ്ഞിന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡെയിലി കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ ഡെയിലി പോവാറില്ല. കാരണം എനിക്ക് കാണണമെന്നുണ്ടെങ്കിലും എനിക്ക് അവനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പോകുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ നെറ്റിയിൽ കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുത്തെ സിസ്റ്റേഴ്സ് ഒന്നും പറയില്ല. ഞാൻ ഡെയിലി ഹസ്ബൻഡ് പോകുമ്പോഴാണെങ്കിലും ഈ ഉടമ്പടി തൈലം കയ്യിൽ കൊടുത്ത് വിടും. ഞാൻ അവൻ്റെ നെറ്റിയിൽ ഇത് കുരിശിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഉപ്പിട്ടു. അവിടെ NICUയിൽ കയറി ചെന്നപ്പോൾ ഉപ്പുമായിട്ട് ചെന്നിട്ട് ഞാൻ അവിടെ ഇവനെ കിടത്തിയിരിക്കുന്നതിൻ്റെ അരികിൽ ഉപ്പ് വിട്ടു, ഈ കുരിശ് വിട്ട് പ്രാർത്ഥിച്ചു. ഈ സമയത്തും എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞാണ്, പക്ഷേ ഇപ്പോൾ NICUയിലാണ്, ഈ ഒരു കണ്ടീഷനിലാണ്, അവനെ ഞങ്ങൾക്ക് എന്ന് കിട്ടും എന്ന് അറിഞ്ഞു, ഒരു ഡോക്ടർമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ നിന്ന് ബ്രദർ പറഞ്ഞത് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും, മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് കാത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 20ാമത്തെ ദിവസം അവൻ NICUയിലായിരുന്നു. 20ാമത്തെ ദിവസം ഇവനെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതിനെ കുറച്ച് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. സക്ക് ചെയ്യാനായിട്ടൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്വാസക്കുഴലിൻ്റെ ആ പ്രശ്നമുണ്ട്, അത് ഓക്കെ ആയി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവൻ ഓക്കെ ആയതുകൊണ്ടാണ് അവൻ സക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ വലിയൊരു അനുഗ്രഹം തരുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ പകച്ചു നിൽക്കുന്നൊരു സമയമായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എനിക്ക് ഒരാളുടെ അടുത്തുനിന്ന് ഒരു 18 lakhs അത്രയും ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു. ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അയാൾ ഇന്ന ഡേറ്റിന് കാശ് തരാമെന്നുള്ളത്. എന്നിട്ട് എഗ്രിമെൻറ്റ് കഴിഞ്ഞു, 6 months കഴിഞ്ഞിട്ടും അയാളുടെ അടുത്തുനിന്ന് കാശ് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ശേഷം അയാൾ അതിൻ്റെ പകുതി കാശ് ഞാൻ ഉപേക്ഷിച്ചതാണ് മനസ്സുകൊണ്ട്. കാരണം ഇനി എഗ്രിമെൻറ്റും കഴിഞ്ഞു, ഇനി കേസിന് അതിനൊന്നും പോകാൻ പറ്റില്ല, ഇനി അത് കിട്ടില്ല എന്ന് തന്നെ ഓർത്ത കാശാണ്. പക്ഷെ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അയാൾക്ക് ആ കാശ് തരാൻ തോന്നിയതും. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന സാധനം കിട്ടണമെന്ന് പറഞ്ഞാലും നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ മാതാവാണ് മനസ്സ് മാറ്റിച്ച് അയാളെ കൊണ്ടത് തരിയിച്ചത്. എൻ്റെ കാശ് എനിക്ക് അർഹതപ്പെട്ടത്, എനിക്കങ്ങനെ പകുതി കാശ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. ഇനിയും ബാക്കിയുള്ളതും എത്രയും പെട്ടെന്ന് തന്നെ അയാൾ തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന്
ഉടമ്പടി എടുത്ത് ഡിസംബർ 30 2025 24 ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് രാജസ്ഥാനിൽ ചെന്ന സമയത്ത് ഞങ്ങളൊരു സാറിൻ്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി പോയി. ഞങ്ങൾ ബുള്ളറ്റിനാണ് പോയത്. ഞങ്ങൾ യാത്ര ചെയ്ത് പകുതിക്ക് എത്തിയപ്പോഴേക്കും റോഡ് ഡൈവേർട്ടായി വേറൊരു ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാൻ പറ്റും രാജസ്ഥാനിൽ ഇങ്ങനെ മണലാരണ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നി. എൻ്റെ കയ്യിൽ കൊന്തി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് തന്ന കാശുരൂപം അതെൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഞാനിത് രണ്ടും പിടിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, പിന്നെ ഒരു ദിവസം സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് പോകാം, വലിയ അത്യാവശ്യമാണ്, നമുക്ക് ഇന്ന് തന്നെ പോയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ഒരുപാട് ഹസ്ബൻഡ് വണ്ടി നിർത്താതെ ഫാസ്റ്റിൽ വിട്ടു. എനിക്ക് പേടിയായിട്ട് ഞാൻ ബാക്കിലിരുന്ന് കരയാൻ തുടങ്ങി. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്നെ കൂടി പേടിപ്പിക്കല്ലേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണെങ്കിലും പോകാമെന്ന് പറഞ്ഞു. പോയി കുറേ ആയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തനിയെ വണ്ടി നിർത്തിയിട്ട് ആൾ പറഞ്ഞു ആരും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് നീ തിരിച്ചു പോകുന്നു. ശരിക്കും മാതാവാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹസ്ബൻഡ് പറഞ്ഞു എടി ആരോ പറയുന്നുണ്ട് എന്തോ ഒരു അപകടമുണ്ട് ഇവിടെ, നമുക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നത് മതി. ആൾ വേഗം വണ്ടി തിരിച്ചു. വണ്ടി കുറച്ച് ഓടിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോകുന്നു. കുറച്ച് ഓടിയപ്പോൾ തന്നെ വണ്ടി മറിഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടി വീണു. ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഹസ്ബൻഡിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പോറി ചോര വന്നു. പക്ഷേ ആ വീണ് കിടന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും മരണം മുന്നിൽ കണ്ടൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ ലെപ്പാടുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ആ ഏരിയ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കും എനിക്കും അതാണ് മനസ്സിലേക്ക് വന്നത്. ഞങ്ങളുടെ മനസ്സിൽ എപ്പാടുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ഗാർഡ് മൊത്തം ചളുങ്ങിപ്പോയി. വണ്ടി പൊക്കണം, വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അതൊക്കെ ആകെ ഇതായി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഹസ്ബൻഡിൻ്റെ കാലിലേക്കാണ് വണ്ടി വീണത്. പതുക്കെ എനിക്കത് ഒറ്റയ്ക്ക് അത്രയും പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പതുക്കെ ഞാൻ പൊക്കി കൊടുത്തപ്പോൾ ഹസ്ബൻഡ് കാല് വേഗം വലിച്ചെടുത്തു. ഞങ്ങൾ ആ വണ്ടി എടുത്ത് തിരിച്ചെത്തും എന്നുള്ള ഉറപ്പും ഉണ്ടായിരുന്നില്ല. വേഗം എടുത്ത് വണ്ടി സ്റ്റാർട്ടാകുമെന്ന് അറിയില്ല. പക്ഷേ വണ്ടി സ്റ്റാർട്ടാക്കി തന്നു. ആരോ വന്ന് സ്റ്റാർട്ടാക്കി കണക്കാ വണ്ടി സ്റ്റാർട്ടാക്കി ആ മണലിലൂടെ വണ്ടി ഓടിച്ച് ഞങ്ങൾ പുറത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉള്ളവർ പറയുന്നത് ആ സ്ഥലത്തേക്ക് ആരും പോകില്ല, നിങ്ങൾ പോകുന്നത് ഞങ്ങൾ കണ്ടു. ശരിയാ, ഒരുപാട് പേര് അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആളുകൾ അതിശയത്തോടു കൂടെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്, ഇവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇവരെന്താണ് ആളുകളെ കാണാത്ത പോലെ നമ്മൾ രണ്ടുപേരും വണ്ടിക്ക് പോയപ്പോൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അവർ ഹിന്ദിക്കാരാണ്, സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ അവരെ നോക്കും, അവർ നമ്മളെ നോക്കും. അത് ഞങ്ങളവിടെ കണ്ടൊരു കാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ അവർ നോക്കിയതെന്ന് പറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അറിഞ്ഞത് അവിടെ പോയവരാരും പുറത്തേക്ക് വരാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കനാലാണ്, അതിനപ്പുറത്തേക്ക് പോകാറില്ല. അവിടെ ലെപ്പാടുണ്ട്, അങ്ങോട്ടേക്ക് മനുഷ്യർ പോയില്ല. ഒരപകടം വന്നാൽ ആരെങ്കിലും രക്ഷപ്പെട്ട് പുറത്ത് വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരാരും പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മരണത്തിൽ നിന്നും ഇങ്ങനെയുള്ള ഒരുപാട് സഹായം മാതാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് മാതാവാണ്. നമ്മൾ ഉടമ്പടി എടുത്ത് ഈ മണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാതാവിൻ്റെ കരങ്ങളിലാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും വിശ്വസിക്കണം. നമുക്കൊരു കാര്യം നടക്കാതിരുന്നാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ നല്ലതിനല്ല എന്ന് നമ്മൾ കരുതിയാൽ മതി. നമ്മുടെ നല്ലതിനാണെങ്കിലും മാത്രം ആ സമയമാകുമ്പോൾ മാതാവ് അത് നമുക്ക് ഈശോയിലൂടെ നമുക്കത് നടത്തിത്തരും. അത് ഞങ്ങൾ ഇന്നും എന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും എത്ര നാൾ നമ്മൾ ജീവിക്കും, ആ ജീവിക്കുന്ന കാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതിജ്ഞ എടുത്തിരിക്കുന്നതും വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഈ അമ്മ തന്ന പത്രം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും. ഞാനും ഹസ്ബൻഡ് കൂടി തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഓരോ പാക്കാക്കും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങും. ഈ ഫുഡുമായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ വഴിയരികിൽ കാണുന്നവർ, അതുപോലെ തന്നെ അവിടെ ചില ആലയങ്ങൾ പോലെ ഉണ്ടാവും, അവിടെ ഒരുപാട് പേരുണ്ടാവും ഫുഡ് കിട്ടാതെ ഇരിക്കുന്നത്, അവർക്ക് ഫുഡ് കൊടുക്കും. ഇത് ഞങ്ങൾ ഒരു ദിവസമല്ല മിക്ക ദിവസങ്ങളിലും തന്നെ ഹസ്ബൻഡ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ രാവിലെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് 2:30 ആകുമ്പോൾ അല്ലെങ്കിൽ 3 o'clock ഹസ്ബൻഡ് വരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇത് ഈ അബോഷനൊക്കെ കഴിഞ്ഞപ്പോൾ 2 അബോഷനും കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഒരു ദിവസം ഇപ്പോൾ 2 പ്രാവശ്യം എന്നുള്ളതൊക്കെ ഞങ്ങൾ 3 times ആക്കി കൊടുക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ജോധ്പൂർ പോകും.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രീറ്റിൽ ഒരുപാട് പേരെ കാണാൻ പറ്റും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നേ പറയുള്ളൂ. കാരണം ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ, ഉടുക്കാൻ ഡ്രസ്സ് പോലും ഇല്ലാതെ, മോശം കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാനില്ല, ജോലിയില്ല, ഒന്നുമില്ലാതെ വെറുതെ വഴിയരികിലിരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. നമ്മളൊരു 2000 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയാലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ്. അതിന് മാത്രം ആളുകളാണ് അവിടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയില്ല. കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 4 hours ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ അവിടെ ചെന്നിട്ട്, ജോധ്പൂർ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ കാശായിട്ടും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച്, ഈ ഉടമ്പടി നമ്മുടെ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ മാതാവിൻ്റെ ഓരോ അത്ഭുതങ്ങളെക്കുറിച്ചും ഈശോ നമ്മിലേക്ക് നേരിട്ട് മാതാവിലൂടെ വരുന്ന ആ ഒരു കാര്യങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളും മറ്റുള്ളവരോട് കാണുന്നവരോടൊക്കെ ഇത് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി അതിശയത്തോട് നോക്കുന്നവരോട് ഞാൻ ഈ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും നമ്മളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദികൾ. ഇനിയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മാതാവും ഈശോയും കൂടെ ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, മാമോദീസ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓഗസ്റ്റിലാണ്. അപ്പോൾ ആ മാസം ഒരു മാതാവിന് കൊടുക്കുന്ന ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടി ആയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തുന്നത്. അതും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഉടമ്പടി ജീവിതം തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകും. എല്ലാവരും ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോയാൽ അതുപോലെ തന്നെ ഡെയിലി മോർണിംഗ് ഉള്ള പ്രെയർ, ഡെയിലി ബ്രെഡും കൂടും. അതുപോലെ തന്നെ ഈവനിങ് ഉള്ളതും അത് ഞങ്ങൾ മുടങ്ങാതെ ചൊല്ലാറുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലിയ ശേഷമാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അച്ഛൻ്റെ ടോക്ക് ട്യൂസ്ഡേ ഉള്ളത് അത് ഞങ്ങൾ മുടങ്ങാതെ കേൾക്കും. ഇനി ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഹാഫ് കേൾക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ രാത്രി അത് കേട്ടിട്ടേ ഉറങ്ങുള്ളൂ. അങ്ങനെ അതൊക്കെ മുടങ്ങാതെ കേൾക്കും. പിന്നെ കുർബാന, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ആ സമയത്ത് എനിക്ക് കുറച്ച് കുർബാനയ്ക്ക് പോകാനായിട്ട് കുറച്ച് ഇത് വന്നു. അല്ലാതെ കുർബാന മുടക്കാറില്ല. കറക്റ്റ് സമയത്ത് തന്നെ കുമ്പസാരിക്കാറുണ്ട്. അത് പിന്നെ പള്ളിയെന്നില്ല, ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുങ്ങിയിട്ട് ഇന്ന സ്ഥലത്ത് കാണുമ്പോൾ നമുക്ക് അവിടെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പരമാവധി ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ അതെല്ലാം നിറവേറ്റുന്നുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമ്മുടെ മനസ്സമാധാനം, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, ദൈവവിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139 16 വചനമാണ്. അമ്മ വെളിപ്പെടുത്തി കൊടുത്തതാണ് അച്ഛന്. ഈ മക്കൾ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുമെന്ന് അച്ഛനോട് അമ്മയാണ് പറഞ്ഞു കൊടുത്തത്. അതിന് പ്രകാരം ഇന്ന് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു വിടുകയും ഈ മക്കൾ ആ വിശ്വാസത്തോടെ പോവുകയുമാണ് ചെയ്തത്. പക്ഷേ വീണ്ടും പല കോംപ്ലിക്കേഷൻസും ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോഴും ആ വിശ്വാസത്തോടെയാണ് ഈ മക്കൾ പോയത്. പിന്നീട് ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയും എല്ലാം കോംപ്ലിക്കേഷൻസ് എല്ലാം മാറിപ്പോവുകയാണ്. പല സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും അങ്ങനെ 2 ദിവസം സമയം തരാം, 3 ദിവസം സമയം തരാമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് സമയം കൊടുക്കുകയാണ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് കുഞ്ഞുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞ സാക്ഷ്യം ഒരു ക്യാഷ് കൊടുത്തതിൻ്റെ കാര്യമാണ്. എഗ്രിമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞു, 6 മാസവും കഴിഞ്ഞു. പക്ഷെങ്കിൽ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടിയില്ല. അത് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് തിരികെ ലഭിക്കുകയാണ്. ഇവിടെയും ഈശോയുടെ അമ്മയുടെയും ഇടപെടലാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ചോദിക്കുക മാത്രമേ ഉള്ളൂ, ഒരു മെറിറ്റുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതെല്ലാം നടത്തി തരുന്നത്. യാത്ര ചെയ്ത് രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ബുള്ളറ്റിൽ പോയപ്പോഴും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം ആ സാന്നിധ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇവരുടെ ജീവിതത്തിൽ എല്ലാവരും തിരിച്ചു പോന്നപ്പോഴാണ് ഇവർക്ക് അതിൻ്റെ അഗാഢമായ ആ യാത്രയുടെ കാര്യം മനസ്സിലായത്. അവിടെ ആരും യാത്ര ചെയ്യാത്ത സ്ഥലത്തേക്കാണ് അവർ പോയത്. പക്ഷെങ്കിൽ ഈശോയും അമ്മയും അവരെ സംരക്ഷിക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നാം എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര നിരാശയിലായെങ്കിലും, എത്ര കഠിനമായ വഴിയിലൂടെ യാത്ര ചെയ്താലും ചോദിച്ചിട്ടും കിട്ടാത്ത എത്ര കാശാണെങ്കിലും എന്തു തന്നെ ആയാലും
ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കണ്ണീരോടെ കരയുമ്പോൾ വിലപിക്കുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ പൂർത്തീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ എന്ത് പ്രശ്നവും വന്നാലും ദൈവം നമ്മളെ അറിയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ജനനത്തിന് മുമ്പേ നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷിൽജിക്കും നോയലിനും ലഭിച്ച ഈ കുഞ്ഞിന് നൽകിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. എൻ്റെ പേര് സ്കറിയ. ഞാൻ മൂവാറ്റുപുഴ അടുത്ത് ആയവന ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14/9/22 അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത് രോഗങ്ങളുടെ ആധിക്യമാണ്. എൻ്റെ രോഗങ്ങളുടെ ആധിക്യം കാരണമാണ് എനിക്കിവിടെ വരാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടായത്. കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അന്നൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു. എനിക്ക് പല രോഗങ്ങളായിരുന്നു. പലതും എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള രോഗങ്ങളായിരുന്നു പലതും. ഏകദേശം 50 വർഷത്തിന് മുകളിലുള്ള രോഗങ്ങൾ പലതുണ്ട്. ഒന്നാണ് അലർജിക്ക് റൈനൈറ്റിസ്. അപ്പോൾ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടയടപ്പ്, ഇതെല്ലാം സ്ഥിരം വരുമായിരുന്നു. ശകലം പോലും വെള്ളം തലയിൽ ചാടാൻ പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. 50 വർഷത്തിന് മുകളിലായി. കുഞ്ഞുനാൾ മുതലുണ്ടത് ഈ അലർജിക്ക് റൈനൈറ്റിസ്. അപ്പോൾ ഇതിന് പലയിടത്തും പോയി ഡോക്ടേഴ്സിനെ കണ്ടുവച്ച് കഴിഞ്ഞാൽ മൊണ്ടേ കെൽസിയും ലിവോസെട്ടിസിനും ഒക്കെ തരും. അതെല്ലാം കഴിക്കും, വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ പിന്നെ ആ കൂടെ എനിക്ക് 27 വർഷം ആയിട്ട് 2 കാൽമുട്ടുകൾക്കും തേയ്മാനമായിരുന്നു. വലത് കാൽമുട്ടിനും ഇടത് കാൽമുട്ടിനും തേയ്മാനമായിരുന്നു. 12 വർഷത്തോളമായി എൻ്റെ വലത് കഴുത്തലിന് തേയ്മാനമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ കാൽമുട്ടിൻ്റെ തേയ്മാനം കൊണ്ട് ഒട്ടും നടക്കാൻ മേലുണ്ടായതാണ് വരാനുണ്ടായ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായിട്ട് എന്നെ പ്രചോദിപ്പിച്ച കാരണം എന്ന് പറയുന്നത് ഒട്ടും നടക്കാൻ മേലുണ്ടായപ്പോഴത്തെ അവസ്ഥയാണ്. അങ്ങനെ വന്നു, ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അതും പോരാഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ഈ 14/9/22 ഉടമ്പടി എടുത്തതിന് 10 മാസം മുമ്പ് മുതൽ എനിക്ക് ശകലം പോലും ഉറക്കമില്ലാണ്ടായി. രാത്രിയിൽ ഒട്ടും ഉറക്കമില്ലാണ്ടായി. ഞാൻ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം ചെയ്ത് വളരെ മടുത്തു പോയിരുന്നു. ഒന്നിനും പ്രയോജനം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് പോയിട്ട് ഏതാണ്ട് രാത്രി 9:30 ആയപ്പോഴാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിൾ വായിച്ച് കുറേ സാക്ഷ്യങ്ങൾ കേട്ടു. അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി കിടന്നു കഴിഞ്ഞിട്ട് ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തു. 10 മാസത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തത്. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തു. അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ഉറക്കക്കുറവുണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഉടമ്പടി എടുത്തിട്ട് 2-ാം ദിവസം എൻ്റെ കാൽമുട്ടുകളുടെ തേയ്മാനം എതിലെ പോയെന്നറിഞ്ഞില്ല. ഈ കാൽമുട്ടുകളുടെ തേയ്മാനം ഇത്തരത്തിലായിരുന്നു. തേയ്മാനത്തിന് വേദന കാരണം നടക്കാൻ പാടില്ല. കാലിൻ്റെ മുട്ടിന് ചുറ്റും വേദന. അപ്പം ഞാൻ ഡോക്ടർമാരെ കണ്ടെങ്കിലും അവർ വേദന കുറയാനുള്ള കുറച്ച് എന്താ പറയുക ഈ കുറച്ച് മരുന്നുകൾ തന്നിരുന്നു. ഡൈക്ലോഫിനാക് സോഡിയം പോലുള്ള കുറേ മരുന്നുകൾ തന്നിരുന്നു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം. അത് കഴിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും, പിന്നെ മെച്ചമൊന്നുമില്ല. അതിങ്ങനെ തുടർന്ന് പോന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ ഈ വേദന സഹിക്കാൻ മേലാത്ത കാരണം ഞാൻ തലയിണയും പുതപ്പും മടക്കി വെച്ച്, തലയണ വെച്ചും പുതപ്പ് മടക്കി വെച്ചും 2 കാൽമുട്ടുകളുടെ അടിയിൽ വശങ്ങളിലായിട്ട് വെച്ച് അമർത്തി പിടിച്ച് കിടന്നിരുന്നു. കാരണം അത്രമാത്രം സഹിക്കാൻ മേലാത്ത വേദനയായിരുന്നു. എപ്പോഴും വേദനയ്ക്കൊരു ശമനമില്ല. ലാസ്റ്റ് നടക്കാൻ മേലാണ്ടായപ്പോഴാണ് ഇവിടെ വന്നത്. എന്നിട്ട് 2-ാം ദിവസം ഞാൻ നേരം വെളുത്ത് എണീറ്റപ്പോൾ എൻ്റെ കാൽമുട്ടുകൾക്ക് ശകലം പോലും വേദനയില്ല. കംപ്ലീറ്റ് സുഖപ്പെട്ടു. അത് ശകലം പോലും വേദനയില്ലാതെ സുഖപ്പെട്ടിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ കഴുത്തലിൻ്റെ തേയ്മാനം പറ്റി ഞാൻ ഓർത്തു. അത് മാറിയൊന്ന് നോക്കി, മാറിയിട്ടില്ല. തേയ്മാനം എന്ന് വെച്ചാൽ കഴുത്ത് തിരിക്കാൻ പാടില്ല, അങ്ങോട്ടും തിരിക്കാൻ പാടില്ല. ഉയർത്തുമ്പോഴൊക്കെ വേദന. കഴുത്തിരിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് വേദന ഉണ്ടായിരുന്നത്.
ആ പ്രശ്നം മാറിയിട്ടില്ല. ഞാൻ പ്രാർത്ഥന തുടർന്നു. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം നേരം വെളുത്ത് എണിച്ചു കഴിഞ്ഞപ്പോൾ, കുറേ നാൾ രാവിലെ എണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കഴുത്തിലെ വേദന അപ്പാടെ മാറിയിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം മുതൽ എണ്ണി നോക്കിയപ്പോൾ 69-ാം ദിവസമായിരുന്നു. എനിക്ക് 69 വയസ്സായി. 69-ാം ദിവസം വേദന മാറി. ഇറ്റ് മേ ബി ജസ്റ്റ് എ കോയിൻസിഡൻസ്. എനിവേ, അങ്ങനെ 69-ാം ദിവസം ആ വേദന പൂർണ്ണമായിട്ട് മാറി. അതിന് കുറേ എക്സസൈസുകളാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഒരു മെച്ചം കിട്ടിയില്ല. അതാണ് ഈ ഉടമ്പടി എടുത്ത് 69-ാം ദിവസത്തേക്ക് പരിപൂർണ്ണമായിട്ട് സുഖപ്പെട്ടത്. യാതൊരു വിഷമവുമില്ല. എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് തിരിക്കാം. ശകലം പോലും വേദനയില്ല. എത്ര വേണമെങ്കിലും തിരിക്കാം. ഒരു വേദനയില്ല. അങ്ങനെ സുഖപ്പെട്ടു. പിന്നീട് എനിക്ക് വേറെ രോഗങ്ങളുണ്ട്. എന്നെ ഓർമ്മ വെച്ചാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം 15 വയസ്സിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ഡയഗ്നോസ് ചെയ്താണ് ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം. അത് ചിലർക്ക് ഉണ്ടാകാറില്ലാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം, IBS എന്നറിയപ്പെടുന്ന ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം. അത് വന്നു കഴിഞ്ഞാൽ എനിക്കെന്താണെന്ന് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഗ്യാസ് പൊന്തും. വയറ്റിൽ എപ്പോഴും എന്തോ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷമം, എന്തെങ്കിലും അല്പം സ്ലൈറ്റസ്റ്റ് ഓഫ് ടെൻഷൻസ് മതി ആ വയറ് പൊന്തും. വയറിൽ ഈ ഇൻറ്റസ്റ്റൈൻസ് ഒരു ഇൻറ്റസ്റ്റൈനൽ സ്പാസം, കോച്ചിപ്പിടുത്തം, വയറിൽ എന്തോ വിഷം കിടക്കുന്ന മാതിരിയാണ്. ഭയങ്കര ബുദ്ധിമുട്ട്, വയറ് കമ്പിച്ച് വരും. അങ്ങനെയൊക്കെയുള്ള വിഷമമായിരുന്നു. ഈ കൂടെ ഒരു 10-12 പ്രാവശ്യം, ചില ദിവസം 6 പ്രാവശ്യം, ചില പ്രാവശ്യം 7-8, അങ്ങനെ 10-12 പ്രാവശ്യം വരെ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ടൗണിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ മിക്കവാറും പോകേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നവർക്ക് വളരെ വിഷമിച്ചിട്ടുണ്ട്. അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് പോകാറുള്ളൂ. അത്ര അവസ്ഥയായിരുന്നു. വല്ലാതെ വിഷമിച്ച അവസ്ഥയായിരുന്നത്. അത് എനിക്ക് 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഈശോയും മാതാവും കുറച്ച് തന്നു. ഈ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് തന്നു എനിക്ക്. പിന്നെ എനിക്ക് എൻ്റെ വായിൽ സ്ഥിരം അത് ഏകദേശം ഒരു 30 വർഷത്തിന് മുകളിലായി. 30 വർഷമൊന്നും അല്ല, ഒരു 40 വർഷത്തിന് മുകളിൽ, 40 വർഷമെങ്കിലായി വായിൽ പരിക്കൾ, മൗത്ത് അൾസർ. അത് സ്ഥിരം വരുമായിരുന്നു. ചിലപ്പോൾ ഒരെണ്ണം, ചിലപ്പോൾ 2-3 അടുത്തടുത്ത് 2-3 വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയാണ്. മ്യൂക്കോപെയിൻ എന്നും മറ്റും പറഞ്ഞൊരു മരുന്ന് ഡോക്ടർ മരവിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ എന്നെ ഓർമ്മയിരിക്കുന്ന മരുന്നിൻ്റെ കാര്യം ഇപ്പം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ആ മരുന്ന് വെച്ച് ആരോട് എന്തെങ്കിലും ഓഫീസിലൊക്കെ പോയി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് ആ മരുന്നെടുത്ത്, ഒരു ഓയിൻമെൻറ്റാണ് മ്യൂക്കോപെയിൻ, അത് പുരട്ടിയിട്ട് ഞാൻ മരവിക്കുക. ഒരു അനസ്തെറ്റിക് ഇഫക്റ്റ് അതിനുള്ളത്. മരവിച്ച് കഴിയുമ്പോൾ ഒരു ശകലം നേരത്തേക്ക്, അല്പം നേരത്തേക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ വീണ്ടും അതിന് എഫക്റ്റ് പോകും. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ തൊണ്ടയിൽ ഒരു വേദന വന്നു. അപ്പോൾ ഞാൻ അന്ന് മാൽദീവ്സിലായിരുന്നു. മാൽദീവ്സിൽ ടീച്ചർ പോസ്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ മാൽദീവ്സിൽ വെച്ച് ഞാൻ ഈ വിവരം കൂട്ടുകാർ പറഞ്ഞു, എനിക്ക് തൊണ്ടയിൽ വേദനയാണെന്ന് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു നീ വല്ല ഡോക്ടേഴ്സിനെ കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ ആ താമസിച്ച ഐലൻഡിൽ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് കുറവായിരുന്നു. ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. അത്ര നല്ല അഭിപ്രായമില്ലാത്തവരും പോയില്ല. പിന്നെ എനിക്ക് ഈ പരുക്കൾ വന്നിങ്ങനെ സ്ഥിരം വന്ന് പതിവായ കാരണം എൻ്റെ മനസ്സിൽ തൊണ്ടയിൽ വന്നിരിക്കുന്നതും അതുപോലെ ഒരു മൗത്ത് അൾസറാണെന്നായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് സുഖപ്പെട്ടു. അത് ഈശോയും മാതാവും തന്ന അടുത്ത അനുഗ്രഹമാണ്. പിന്നീട് എനിക്ക് വേറെയും അസുഖങ്ങൾ ഉണ്ടായി. വേറെ അസുഖങ്ങളുണ്ടായിരുന്നു. വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 8 വർഷമായി. വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, തലവേപ്പാണ്. ഒന്ന് പല്ല് തേച്ച് വാ കഴുകാൻ പോലും സാധിക്കത്തില്ല, വേച്ചു പോവും. തല വേയ്ക്കും, മേലും മൊത്തം വേച്ചു പോവും. വളരെ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. ഞാൻ ഇടത്ത് കൈ കൊണ്ട് ക്ലോസറ്റ് പിടിച്ചുകൊണ്ട് വലത്ത് കൈ കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വിഷമിക്കുന്നൊരവസ്ഥയായിരുന്നു. ഈ വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ ഉടമ്പടി എടുത്ത് ഏതാണ്ട് എനിക്കെൻ്റെ ഓർമ്മയിരിക്കുന്നത് ഒരു 4 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അങ്ങ് പോയി. അതിനൊരു ഡോക്ടർ പ്രത്യേകം ഗുളിക വന്നിരുന്നു. പല ഹോസ്പിറ്റലിൽ പോയെങ്കിൽ ലാസ്റ്റ് രാജഗിരിയിലാണ് പോയത്. ഇടയ്ക്ക് ചിലതൊക്കെ ഇത്തിരിയൊക്കെ ഓർഡറും വിട്ടുപോകും. പല ഹോസ്പിറ്റലിൽ പോയി പലരും പല മരുന്ന് തന്നെങ്കിലും ഒരു പ്രയോജനം കിട്ടിയില്ല. ലാസ്റ്റ് രാജഗിരി പോയി.
രാജഗിരി ചെന്നപ്പോൾ അവർ വെർട്ടിഗോ ടെസ്റ്റ് നടത്തി, കുറേ മരുന്നുകൾ തന്നു. ലാസ്റ്റ് ഒരു സ്റ്റെബിലൈസ്ഡ് മെഡിസിൻ എന്ന രീതിയിൽ അവർ തന്നു വിട്ടത് സിപ്ലാർടെൻ എന്ന് പറയുന്ന മരുന്നാണ്. സിപ്ലാർടെൻ അത് ക്യൂറിനുള്ളതല്ല, ഇത് ഇൻക്യൂറബിളാണെന്ന് അവർ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഈ രോഗം ഉണ്ടായിരിക്കും, വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എങ്കിലും ഈ സിപ്ലാർടെൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിച്ചുകൊള്ളുക. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അന്നത്തേക്ക് പ്രിവെൻഷൻ ഉണ്ടായിരിക്കും, ആ മൈഗ്രെയിൻ ഉണ്ടാവുകയില്ല, തലവേദന ഉണ്ടാവുകയില്ല. അവ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കാരണം വേറെ പോകുമ്പോഴില്ലായിരുന്നു, ഒരു ദിവസം പോലും മുടങ്ങില്ല. അപൂർവമായിട്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അന്ന് തലവേദനയായിരിക്കും. തലവേദനയും വേപ്പും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. വേപ്പ് അല്ലാത്തപ്പോഴും കുറേശ്ശെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നം ഇല്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ തന്നാണല്ലോ, അത് നമ്മൾ മാനിക്കണമല്ലോ. സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ മറന്നു പോയതാണ്, എങ്ങനെയാണെന്ന് ഓർക്കുന്നില്ല. എനിക്ക് എന്തോ ഒരു പ്രചോദനം തോന്നി. ഇപ്പം എനിക്ക് തലവേദന, ആ മൈഗ്രെയിൻ വരുന്നില്ലല്ലോ എന്നൊരു തോന്നി. ഞാൻ കഴിക്കാണ്ടിരുന്നു, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മാറിയെന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പാക്കി. ഇപ്പം ഞാൻ ഒരിക്കലും കഴിക്കുന്നില്ല. സിപ്ലാർടെൻ കുറേ ബാക്കിയിരുന്നു, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പം ഞാൻ ഒരിക്കലും കഴിക്കുന്നില്ല അത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഉടമ്പടി പുതുക്കേണ്ട ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 2 മാസമായി. ഇപ്പോഴും എനിക്ക് ദൈവം അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നത്, മാതാവും ഈശോ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ കുഞ്ഞുനാൾ മുതലുള്ളതാണ്. ഒരു തുള്ളി വെള്ളം പോലും കുളിക്കണ സമയത്ത് ഒഴികെ ഒരു തുള്ളി വെള്ളം പോലും ചാടാൻ മേല. എപ്പോഴും ഞാൻ കുട കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ബസ്സിൽ കയറുമ്പോഴും അല്ലെങ്കിൽ കടയിൽ ചെല്ലുമ്പോഴും ഒക്കെ ആൾക്കാർ ചോദിക്കും, ഇപ്പം നീ എന്തിനാണ് ഈ കുടയും കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കാരണം എനിക്കല്ലേ അറിയാവുള്ളൂ. ഒരു തുള്ളി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും, കളിയാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കുടയും കൊണ്ട് നടക്കും. ഒരു തുള്ളി വെള്ളം പോലും തലയിൽ ചാടാൻ പാടില്ല. ചാടി കഴിഞ്ഞാൽ പ്രശ്നം. ഒരു പൊടിമഴയത്ത് എനിക്ക് ഒരിടത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഞാൻ ഇറങ്ങി കഴിയുമ്പോഴോ കടയിൽ നിന്ന് എവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് മഴ പൊടിയുന്നതെങ്കിൽ ഉടനെ ഒരു താളിൻ്റെ ഇലയോ എന്താ പറയുക, ചേമ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഒരു പത്രമോ എന്തെങ്കിലും കടലാസ് എന്തെങ്കിലും എടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊന്നില്ലോ, അല്ലെങ്കിൽ ഇല പിടിച്ച് തലയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് ഞാൻ വരുന്നത്. അങ്ങനെയായിരുന്നു. അതെനിക്ക് സുഖപ്പെട്ടു. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ മഞ്ഞത്ത് നടക്കാൻ പാടില്ല, കാരണം വെള്ളത്തുള്ളിയാണല്ലോ അതും. മഞ്ഞത്ത് നടക്കാൻ പാടില്ല. ഇങ്ങനെ എന്തൊരു വിഷമമാണെന്ന് വെച്ചാൽ പറയണം. അത് വലിയ വിഷമം അല്ലെങ്കിലും വിഷമം തന്നെയായിരുന്നു. കാരണം സ്വതന്ത്രമായിട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. മഞ്ഞത്ത് ഇറങ്ങി നടക്കാൻ മേല. രാവിലെ ഈ മഞ്ഞുകാലം കഴിഞ്ഞുള്ളല്ലോ. അപ്പോൾ എനിക്ക് നടക്കാൻ ഇപ്പോൾ സുഖമായിട്ട് ഞാൻ നടന്നു, യാതൊരു പ്രശ്നമില്ലാണ്ട് ഞാൻ നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു പൊടിമഴയത്ത് എനിക്ക് നടക്കാം, ഭയങ്കര സന്തോഷം. ഈശോയ്ക്ക് മാതാവിനും കൂടാനും കൂടി നന്ദി. ഇനിയുണ്ട് കുറേ രോഗങ്ങൾ എന്തിയുണ്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ അതിൻ്റെ അറ്റത്ത് ഒരു പഴുപ്പ് വന്നു. സർജനെ കണ്ടു. സർജൻ അത് ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പെടുത്ത് കാണിച്ചു തന്നെ. എന്നിട്ടൊരു 1.5 ആഴ്ച പോയി ഡ്രസ്സ് ചെയ്തു. അതങ്ങ് സുഖപ്പെട്ട് കഴിഞ്ഞ് സന്തോഷിച്ചിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അവിടെ തന്നെ വേദന. ഇതെന്ത് പറ്റിയെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. അപ്പോൾ എനിക്കിത്തിരി പ്രായമുണ്ടല്ലോ, കണ്ണട വെച്ച് നോക്കി. എപ്പോഴും കണ്ണട വയ്ക്കാറില്ല, വായിക്കാൻ നേരത്തോ ഒക്കെ വായിക്കാറുള്ളൂ. കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തുള സുഖപ്പെട്ട ഭാഗത്തു നിന്നും പുറമേ നിന്നും ഉള്ളിലേക്ക് ഒരു ചെറിയ തുളയുണ്ടായിരുന്നു. ആ തുള കാരണമായിരുന്നിരിക്കണം ആ വേദന. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഓടി പഴയ സർജൻ്റെ അടുത്ത് ചെന്ന് കണ്ടത് കാര്യം പറഞ്ഞത് സർജൻ പറഞ്ഞു, പുള്ളി ഒത്തിരി മിനറൽ ഒരു ലാക്കോണിക് ടൈപ്പാണ്, ഒത്തിരി മിനറൽ കൂടുതലല്ല. പുള്ളി പറഞ്ഞു, എന്നാൽ നമുക്ക് ഒന്നുകൂടെ അങ്ങ് അത് പറഞ്ഞ് പൂർത്തിയാക്കണേനും എൻ്റെ പേർക്ക് വേഗം ചാടി പറഞ്ഞു, അത് ഡോക്ടർ ഞാൻ മ്യൂപ്രോസിൻ പറ്റി നോക്കട്ടെ ഡോക്ടറെ, ചിലപ്പോൾ അങ്ങ് സൂപ്പട്ടുള്ളായിരിക്കും. ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് മ്യൂപ്രോസിൻ, അത് പുരട്ടി നോക്കട്ടെ ഡോക്ടറെ, അതങ്ങ് സൂപ്പട്ടുള്ളായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടറെ ഇരുത്തി. ഡോക്ടർ നിർദ്ദേശത്തിൽ ഞാൻ ബൈപ്പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് മ്യൂപ്രോസിനൊന്നും പുരട്ടിയില്ല. ഈ തൈലം എടുത്ത് ദിവസവും പുരട്ടിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ഒന്ന് രാവിലെ വൈകുന്നേരവും പുരട്ടിക്കൊണ്ടിരുന്നു. ഒരു കുറച്ച് ദിവസം പുരട്ടി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ തുള മാഞ്ഞുപോയി. തുള അവിടെ ഇല്ല, പൂർണ്ണമായിട്ട് മാഞ്ഞുപോയി. വേദനയില്ല. തുള മാഞ്ഞോട് വേദന പോയി, പൂർണ്ണമായിട്ട് പോയി. ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് ഈ ഉടമ്പടികൾക്ക് ശേഷം ഈശോയും മാതാവും തന്ന നിരവധി അനുഗ്രഹങ്ങൾ വേറെയുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല, ഒത്തിരിയുണ്ട്, പറഞ്ഞാൽ തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ ഒരു NBFCയിൽ 3 തവണയായിട്ട് 1 ലക്ഷം രൂപ വീതം 3 ലക്ഷം രൂപ ഇട്ടിരുന്നു. ഡ്യൂ ഡേറ്റായി പൈസ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് പൈസ തിരിച്ച് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന രീതി പറഞ്ഞു. പക്ഷേ 1 ദിവസമായി 2 ദിവസമായി പൈസ തരുന്നില്ല. ഫോൺ വിളിച്ചാൽ ആദ്യം മാനേജർ എടുത്തു, ഏത് ബ്രാഞ്ചിൽ നിന്ന് എടുപ്പിച്ചോ ആ മാനേജർ ഫോൺ എടുത്തു.
മാതാവ് സാറേ അത് കിട്ടാത്തത് ഒരുപാട് പേരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബാങ്ക് ഏൽപ്പിച്ചിരിക്കുക. ഇതിങ്ങനെ നെഫ്റ്റ് RTGS എല്ലാം ചെയ്ത് തീരുന്നില്ല. രാത്രി 8 മണി വരെ അവർ ചെയ്താലും തീരുന്നില്ല. അതുകൊണ്ട് സാറിൻ്റെ പൈസ 1-2 ദിവസത്തിനകം കയറിക്കോളും, ക്രെഡിറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് വിളിച്ചു. എത്ര പ്രാവശ്യം വിളിച്ചാലും ഒരു ഫോൺ എടുക്കത്തില്ല. ഞാൻ ആ വിഷമമായി. ഞാൻ ഒരു മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ പൈസ തിരിച്ചു തന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പല ഏരിയ മാനേജർ, അല്ലാത്ത ഡയറക്ടർ, മറ്റ് മാനേജർമാർ, പ്രധാനപ്പെട്ട മാനേജർമാർ അവരുടെയൊക്കെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിരുന്നു. അവർക്ക് വിളിച്ചു. അവർ ഇടപെട്ടു. മാതാവിനോട് സാക്ഷ്യം നേർന്ന പിന്നെ അവരിടപെട്ടു. എനിക്ക് ആ 3 ലക്ഷം രൂപ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം പൊട്ടിപ്പോയി, അവർ പൊളിഞ്ഞുപോയി. പിന്നെ വേറെ എനിക്ക് കുറേ രൂപ ഒരു സ്ഥലത്ത് വേറൊരു കമ്പനിയിൽ ഇട്ടിരുന്നു. ഇതെല്ലാം ജീവിതമാർഗത്തിന് വേണ്ടി ഇട്ടിരുന്ന, ഒത്തിരി സമ്പാദിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ ആ പൈസ തിരിച്ചു ചോദിച്ചു. അവർ തരാൻ മടി കാണിച്ചു. ഒരു ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുണ്ടായിരുന്നു. എന്തോ സ്കാൻഡലസ് അഫയേഴ്സിലൊക്കെ പെട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തരാൻ മടി കാണിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, പ്രാസനത്തോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എൻ്റെ പൈസ വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നേർച്ച നേർന്നു. പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് ദിവസത്തെ അവരുടെ പല ആലോചനകൾക്ക് ശേഷം അവരെനിക്ക് ആ പൈസ തിരികെ തന്നു. ഒന്നിച്ചല്ല, ഒരു 4 പ്രാവശ്യമായിട്ട് 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ രൂപ അവർ 4 പ്രാവശ്യമായിട്ട് തിരികെ തന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം, ഉടമ്പടിയുടെ ശേഷം ഈശോ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ചെല്ലുകയും, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സായാഹ്ന പ്രാർത്ഥന ചെല്ലുകയും, അച്ഛൻ്റെ ധ്യാനം കൂടുകയും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കൃത്യമായി ചെയ്യുന്നുണ്ട്. 1/2 മണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ചിലപ്പോൾ അത് കൂടുതൽ വായിക്കും. ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അപൂർവമായിട്ട് എങ്ങാനും വല്ല ലാപ്സ് വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വരാറില്ല. അങ്ങനെ കൂടാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട്, പ്രേഴ്സ് പ്രവൃത്തിയായിട്ടാണെങ്കിൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. കൂടുതലും മൂവാറ്റുപുഴ താലൂക്ക് ജനറൽ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൂടുതലായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ചെറിയ വിലക്കൊക്കെ ഏർപ്പെടുത്തിയവർ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്. കാത്തലിക്കിൻ്റെ തന്നെ പള്ളിയാണ്. അവിടെ കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ എല്ലാ ജാതി മതസ്ഥരും വരുന്നൊരു സ്ഥലമാണ്. അവർ സന്തോഷപൂർവ്വം പലരും വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ കുറ്റം പറയാമെന്ന് ഓർക്കരുത്, നമ്മുടെ ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ മറ്റു ചിലർ വാങ്ങിക്കാറുണ്ട്. അവർ സന്തോഷപൂർവ്വം വാങ്ങിക്കും. അപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ യൂറിനിൽ പോയി ഒരു മുറി ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചീത്ത സ്മെല്ല് വന്നാൽ സ്വാഭാവികമാണല്ലോ. ചീത്ത സ്മെല്ല് വന്നപ്പോൾ അടുത്ത മുറിയിലോട്ട് മാറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെയും ഫൗൾ സ്മെല്ലാണ്. പെട്ടെന്ന് തന്നെ ഫൗൾ സ്മെല്ലാന്ന് അനുഭവപ്പെട്ട അപ്പം തന്നെ ഭയങ്കര സുഗന്ധം അങ്ങ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മുട്ടുകുത്താൻ തോന്നിയെങ്കിൽ ആ സ്ഥലം പറ്റിയതല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നന്മറിഞ്ഞൂറിയും പരിസ്മറിയൊക്കെ ചൊല്ലി, വിശ്വാസപ്രവണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് മാതാവ് നന്ദി പറഞ്ഞിട്ട് പോന്നു. പത്രമൊക്കെ വിതരണം ചെയ്തിട്ട് പോന്നു. പിന്നെ ചിലപ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ബസ്സിലൊക്കെ വെച്ച് കാണുന്നവർക്ക് ചിലർക്ക് കൊടുക്കാറുണ്ട്. കടകളിൽ ചെല്ലുമ്പോൾ ചിലർക്ക് പത്രം കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ പത്രങ്ങളിലൊക്കെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് പലരുടെയും പടവും കൊടുത്ത് അതിൻ്റെ വിശദവിവരങ്ങൾ കൊടുക്കാറുണ്ട്. നമ്പറും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അക്കൗണ്ട് നമ്പർ. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാറുള്ളത് പൈസ. എൻ്റെ കഴിവിനനുസരിച്ച് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വഴിയരിലിരിക്കുന്ന പിച്ചക്കെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ, അവരെ കാണുമ്പോൾ ചിലപ്പോൾ കടകളിൽ നിന്നും എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ ആ പൈസ ചിലർ ചോദിക്കും. കാണുമ്പോൾ അവളെ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ അവർ പ്രോംപ്റ്റഡ് ആവുന്നത്, ചോദിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ സഹായം, അവരുടെ ആവശ്യം, അവരുടെ അവസ്ഥ മനസ്സിലാവുന്നതനുസരിച്ച് സഹായങ്ങൾ ചെയ്യാറുണ്ട്. ചോദിക്കും. മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. തന്നെയല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട്, ഈശോയുടെ മാതാവിനോട് പ്രാർത്ഥന, ഈശോയെ മാതാവേ, ജീവിതകാലം മുഴുവനും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കൽ നിർത്തി നിന്ന് പോയാൽ തന്നെയും എന്നും ഉടമ്പടിയിൽ ജീവിക്കുവാനും
ദൈവത്തോട് മാതാവിനോടും വിശ്വസ്തനായിരിക്കുവാനും സത്യസന്ധനായിരിക്കുവാനും ഒരു നല്ല ജീവിതം നയിക്കുവാനും എന്തെങ്കിലും ഇനിയിപ്പോൾ രോഗങ്ങൾ വേറെ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ആ മരണം കർത്താവിൻ്റെ പക്കൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് ഒരു ഭയങ്കരമായ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് നേരത്തെ മുതലുള്ളതാണ്, ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ട്. അങ്ങനെ ദൈവത്തിന് ഈശോയ്ക്ക് മാതാവിനും കൂടാനും കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. കർത്താവെ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ്. സ്കറിയ പിയേഴ്സ് എന്ന ഈ സഹോദരൻ ഒരു നല്ല വെൽ നോൺ ടീച്ചറാണ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. മാൽദീവ്സ്, ഭൂട്ടാൻ എന്നീ കൺട്രികളിലെല്ലാം പഠിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിനൊരുങ്ങുമ്പോഴും അദ്ദേഹത്തിന് എപ്പോഴും ജീവിത അസ്വസ്ഥതകൾ, രോഗം മൂലം ക്ലേശിക്കേണ്ടി വന്ന ഒരു കഥയാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. കുഞ്ഞുനാൾ മുതലുള്ള രോഗങ്ങൾ തുടങ്ങി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ അദ്ദേഹം ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മരുന്നുകൾ അദ്ദേഹം കഴിച്ചു എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. മരുന്നുകളുടെ പുറകിലായിരുന്നു അദ്ദേഹം. പ്രൊഫഷണലായ ഒരു ടീച്ചറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തന്നെ 12 തവണ ടോയ്ലറ്റിൽ പോകേണ്ട, വയറസ്വസ്ഥമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് 69 വയസ്സിൽ 69ാമത്തെ ദിവസം ഈശോ തൊട്ട ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ. ഒന്നുറങ്ങിയാൽ രാത്രി നേരം വെളുക്കില്ല എന്നാണ് നമ്മുടെ പഴഞ്ചൊല്ല്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നുറങ്ങിയപ്പോൾ എൻ്റെ നേരം വെളുത്തു. അത്രമാത്രം ഉറക്കമില്ലാത്ത രാത്രികളിൽ അദ്ദേഹം നേരമൊന്ന് വെളുത്തിരുന്നെങ്കിലെന്ന് ആശിക്കാത്തവരാരുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹം തലോടിക്കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ തലോടലിലൂടെ ഈശോ വലിയ ഒരു സൗഖ്യമാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ മുട്ടുതേയ്മാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ആർക്കും സൗഖ്യപ്പെടുത്താനാവാത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊണ്ടവേദന, പിന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മൗത്ത് അൾസർ, IBS എന്ന അലർജറ്റിക് അസുഖം, ഇങ്ങനെ എപ്പോഴും ഫിംഗറിനുണ്ടായ ഒരു തുള, ഇതെല്ലാം ഒരു ഡോക്ടറോട് മരുന്ന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ തക്കവിധം അദ്ദേഹം ഒരു വിദഗ്ധനായി തീർന്നു. കാരണം അത്രമാത്രം മരുന്നുകൾ അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇവിടെയെല്ലാം അദ്ദേഹം ഇന്ന് അവസാനമായി ഏറ്റുപറയുന്നത് നമുക്കറിയാവുന്ന ഒരു വലിയ കഥാപാത്രമാണ് ബൈബിളിലെ തോബിത്ത് വാർദ്ധക്യത്തിലേക്ക് കടന്നപ്പോൾ എപ്പോഴും നല്ല ഒരു ജീവിതത്തിന് വേണ്ടി എനിക്ക് ഇത്ര കാലം കിട്ടിയതും നല്ല ജീവിതമാണ്, ഇനിയുള്ള ജീവിതത്തിലും ഞാൻ എപ്പോഴും ഉറ്റുനോക്കുന്നത് ഈശോ എന്ന ആ വലിയ നിത്യതയിലേക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞു നൽകുന്നത്. ഇവിടേക്ക് കൃപാസനത്തിലേക്ക് വരാൻ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഉടമ്പടി ജീവിതം എത്രമാത്രം ഞാൻ ഉടമ്പടിയെടുത്ത നാൾ മുതൽ ശക്തമായിരുന്നു, അത്രമാത്രം ശക്തമായിരിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത എല്ലാ സൗഖ്യത്തിനും എല്ലാ സാമീപ്യത്തിനും അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സാധ്യതകളൊന്നും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ ആ പൈസ തിരിച്ചു കൊടുക്കുവാനും അതൊരു ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര നല്ലതല്ല, അത് അടച്ചു പോകാൻ സാധ്യതയുള്ളതാണെന്നുള്ള ഇൻറ്റ്യൂഷൻ, ഒരു വെളിപ്പെടൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ആ പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനം ദൈവം അദ്ദേഹം നൽകിയെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച എല്ലാ സൗഖ്യത്തിനും സാധ്യതകൾക്കും സമയച്ചുരുക്കത്തിന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ടോയ്ലറ്റിൻ്റെ ഫൗൾ സ്മെല്ലിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സുഗന്ധാഭിഷേകത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഈശോ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ സങ്കടങ്ങളിലും അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നു, കൂടെ ഇരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, തലോടുന്നു. ഈശോയുടെ ആ വലിയ സൗഖ്യം അദ്ദേഹത്തിന് എപ്പോഴും അനുഭവിക്കാനുള്ള കൃപ ലഭിച്ചു എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ഈ സഹോദരന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും വെന്റിലേറ്ററിലും ICUവിലും കുടുംബത്തിലും വീടുകളിലും കഴിയുന്ന എല്ലാ രോഗികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കെല്ലാം പ്രാർത്ഥിച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു റോബിൻ കുര്യൻ. ഞാൻ USA ന്യൂ മെക്സിക്കോ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 20 കൊല്ലമായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. പല സ്ഥലങ്ങളിലും
ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും പല സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം മാലദ്വീപ്സിലെത്തി. അവിടെയും കുറച്ച് ഒരു 6-7 വർഷം ജോലി ചെയ്തു. അതിനുശേഷം UK പോയി. അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അവിടെ ചെന്ന് രക്ഷപ്പെടുമെന്ന് കണ്ട് അങ്ങോട്ട് ഞങ്ങൾ മാറുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നിട്ടും എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എല്ലാം തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ലാസ്റ്റിൽ അവിടെ ഒരു കെയർ ഹോമിൽ ഒരു ജോലി വർക്ക് പെർമിറ്റ് കിട്ടി. പക്ഷേ അവിടെ തുടരുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായില്ല. അവിടുത്തെ പലവിധ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വൈഫിന് അവിടുത്തെ കാലാവസ്ഥ ശരിയായി പിടിക്കുന്നില്ല, കുട്ടികൾക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ തുടരുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ 2019 ഞങ്ങൾ സാമ്പത്തികവും ശാരീരികവും മാനസികവും ആയി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഇവിടെ കൃപാസന മാതാവിൻ്റെ ഈ പള്ളിയിലെത്തി ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫ് മറിയാമ്മയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് US ന്യൂ മെക്സിക്കോയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ എത്തി. അതനുസരിച്ച് ഞാൻ കൃപാസന മാതാവിൻ്റെ ഈ ഉടമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അച്ഛനെപ്പോഴും ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ ഒരു മെറിറ്റിലല്ല, എനിക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറയുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു കരുണയാലല്ലാതെ നമുക്ക് ഈ ജോലി കിട്ടുവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള എനിക്ക് ഓഫർ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളും കിട്ടി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ US എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിതി വീണ്ടും പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പോലുള്ള കുട്ടികളല്ല ഇവിടെ നമുക്ക് പഠിപ്പിച്ചാൽ മാത്രം മതി, ബിഹേവിയർ പ്രോബ്ലംസ് അത്ര കാര്യമായി ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മളെ പഠിപ്പിക്കുക എന്നതിലൊരു കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകുകയും ഒരു കുട്ടി വേറൊരു കുട്ടിയെ ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര ധാരധാരയായിട്ട് വരികയും ആ കുട്ടി അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരൻസ് എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ ഡിസ്ട്രിക്റ്റിനും എതിരായി അവിടെ കേസിന് പോയി. മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു. അതിനുശേഷം 2021 എൻ്റെ വൈഫും പിള്ളേരും അങ്ങനെ വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഉടമ്പടിയിലൂടെ വൈഫും ഞങ്ങളും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു. അത് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന ജോസഫ് അച്ഛനെ കണ്ട് അവരുടെ പാസ്പോർട്ടുകൾ ഇവിടെ അച്ഛനിവിടെ ഈ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന അൾത്താരയിൽ കൊണ്ടുവന്ന പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ അവിടെ എത്തി. അത് കഴിഞ്ഞ് രണ്ടാമതുള്ള സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഞാൻ പോയത് J1 വിസയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുള്ള H1 വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അതിനൊരു സ്കൂൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. യേശു അത് ഞങ്ങൾക്ക് നടത്തി തന്നു. ആദ്യത്തെ സ്കൂളിനേക്കാളിലും വളരെ ഡിസിപ്ലിൻ, വളരെ ഇമ്പ്രൂവ്മെൻ്റുള്ള ഒരു സ്കൂൾ എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ 2 പേരും ഒത്തൊരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്ക് പള്ളി ഞങ്ങൾക്ക് കിട്ടുന്ന വീടിൻ്റെ തൊട്ട് അടുത്തായിരിക്കണമെന്ന്. ഞങ്ങൾ അവിടെ ഞങ്ങൾ സ്കൂളിൽ ജോയിൻ ചെന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് ശരിയായി. അത് ഞങ്ങൾക്ക് കിട്ടിയത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങൾക്ക് ആ വീട് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. പിന്നെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ റെൻറ്റഡ് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ സ്വന്തമായൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി.
കാരണം റെൻറ്റിൻ്റെ കൂടെ ഒരു കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടും. അത് നമ്മളല്ല, നമുക്ക് ലോൺ കിട്ടുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ വീട് കാണാൻ പോയപ്പോൾ മാതാവിൻ്റെ ഈ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ വിതറി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മാധ്യസ്ഥാൽ ഈശോ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ 50 കൊല്ലം ക്രിസ്ത്യാനികളായിരുന്നു എങ്കിലും യേശുവിനെയോ അതുപോലെ തന്നെ മാതാവിനെയോ കൈമാറുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ഉടമ്പടി എടുത്തതിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് കൈമാറുവാനായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഒത്തിരി ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ഇനി എൻ്റെ വൈഫിൻ്റെ ഇടയിൽ കൊടുക്കുക. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങൾ സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. ഞങ്ങളീ പറഞ്ഞ പോലെ 2019 ഉടമ്പടി എടുക്കുന്ന ആ സമയത്ത് എനിക്ക് ശാരീരികമായിട്ടുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ വയ്യ, ഏത് സമയത്ത് എനിക്ക് കിടക്കണം, ക്ഷീണം, അങ്ങനെയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഞാൻ തന്നെ എടുത്തു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നായിരുന്നു എൻ്റെ പ്രശ്നം. ഞാനപ്പം മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കിത് എടുക്കാനുള്ള യോഗ്യതയുണ്ടോ? എൻ്റെ മനസ്സും ഒക്കെ അത്ര ഒരു പക്വതയുള്ള ഒരാളല്ലല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയെല്ലാം എടുത്ത് ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഉടമ്പടി പൂർത്തീകരിക്കും. എന്തെന്നാൽ ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയാണ്ടിന്ന്. മാതാവും ഈശോയും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ആയതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ലോകത്തിൽ എല്ലാം ഞാൻ മറന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കിയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു. അതായത് വീട്ടിൽ അകത്ത് പ്രശ്നം, പുറത്ത് പ്രശ്നം, മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്നൊരു അണുവിട മാറാതെ ഞാൻ നിന്നു. അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ രോഗങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായി തുടങ്ങി. ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ഓർക്കും, കർത്താവേ, ആ രോഗം എനിക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ അന്നേരമാണ് വിചാരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ഓരോരോ രോഗങ്ങൾ ഈശോയും മാതാവും എടുത്തു മാറ്റിക്കൊണ്ടേയിരുന്നു. അതുപോലെ എനിക്ക് ക്ഷമിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഞാനിപ്പോൾ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. എല്ലാം ഒരു പുഞ്ചിരിയോട് മാത്രം ഞാനത് നേരിടുകയുള്ളൂ. അതുപോലെ തന്നെ ആർക്കെന്ത് സഹായം, അതായത് എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ മനസ്സുകൊണ്ടോ എനിക്കുള്ള സമ്പത്ത് കൊണ്ടോ ഏത് രീതിയിലും ഞാൻ ഏത് മനുഷ്യരെയും സഹായിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ, അതായത് എന്നും പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലുവാനുള്ള അനുഗ്രഹം ഈശോ തന്നു. അതുപോലെ ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പള്ളിയിൽ പോവുകയും അതുപോലെ കുർബാന കൊള്ളുകയും കുമ്പസാരിക്കുകയും കുർബാന ചെയ്യുന്നുണ്ട്. പിന്നെ ഈശോയുടെ വലിയ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും അവരൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് അതുപോലെ US ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ ടെസ്റ്റ് എഴുതി. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന 3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയുമില്ല, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനിങ്ങനെ കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ
ഞാൻ പാസ്സായതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അതുപോലെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പറ്റുവാണെങ്കിൽ ഉടമ്പടി എന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് നല്ല കട്ടിയുള്ള കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ആകുന്ന രീതിയിൽ എല്ലാവരും ഉടമ്പടി എടുക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിത്യതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഉടമ്പടി എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഈ ലോകത്തിലും ഏതാണെന്ന് ചോദിച്ചാൽ ഈശോയും മാതാവുമാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിൽക്കുന്നു. അതുപോലെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യങ്ങളുണ്ടാകുകയും അതുപോലെ തന്നെ ഒരു ജോസഫ് അച്ഛൻ ഒരു ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുന്നു, മാതാവ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുമേലും ഇങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. റോബിൻ, മറിയാമ്മ എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം റോബിൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നാട്ടിൽ തന്നെ ഒരുപാട് ജോലി നോക്കി. പക്ഷെ ഒരിടത്തും സ്ഥിരമായ ഒരു ജോലി ഇല്ലാതിരുന്ന അവസ്ഥയിലാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്നത്. വളരെ പെട്ടെന്നാണ് അവർക്കതിനുള്ള ഉടൻ പരിഹാരം എന്ന ഒരു അറിയിപ്പ് അവർക്ക് ലഭിക്കുന്നത്. ഉടനെ US പോകാനുള്ള വലിയ സാധ്യതകളുണ്ടായി. അവിടെ അവർക്ക് അവരുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുവാനും കുടുംബത്തോടൊപ്പം അവിടെ പോയി J1 നിന്ന് H1 വിസ ലഭിക്കുവാനും അവിടെ ഒരു വീട് വാങ്ങാനൊക്കെയുള്ള വലിയ സാധ്യതകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉടമ്പടി മറിയാമ്മ പറഞ്ഞതുപോലെ ഇതൊരു നിസ്സാര കാര്യമല്ല. ഉടമ്പടി എന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോടൊത്ത് കരയുകയും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊത്തും ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു വലിയ ജീവിതമാണ്. അത് തന്നെയാണ് നിത്യതയുടെ ഒരു മുന്നാസ്വാദനമാണ് ഈ ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി പൂർത്തീകരിക്കുമെന്നുള്ള ഒരു നിലപാട് എത്ര തന്നെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വന്നപ്പോൾ മറിയാമ്മയും റോബിനും എടുത്ത ഒരു നിലപാട്, എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചിരിക്കും. അതിലൂടെ അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എത്ര തന്നെ ആര് തന്നെ നമ്മെ എതിർത്താലും, എത്ര തന്നെ ഒറ്റപ്പെടേണ്ടി വന്നാലും, തകർച്ചകളുണ്ടായാലും ഈശോയിൽ നിന്ന് അകന്നു പോകില്ല എന്നുള്ളൊരു വലിയ ദൃഢപ്രതിജ്ഞ നാം ഉടമ്പടിയിൽ ആദ്യമായി ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത് വളരെ സീരിയസ് ആയി എടുക്കുന്നവരാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ സഹായങ്ങളും മധ്യസ്ഥങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മറിയാമ്മയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ. 33 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 27 എണ്ണമെങ്കിലും പാസ്സാകണം. നമുക്ക് അത് ടിക്ക് ചെയ്തിരിക്കണം. പക്ഷേ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ എന്നെങ്കിൽ അത് പരിശുദ്ധ അമ്മ തന്നെ മധ്യസ്ഥം നൽകി ജയിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. സുഗന്ധാഭിഷേകത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടതിലൂടെയും എല്ലാം ഇവർക്ക് സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ഇവർ ഏറ്റുപറയുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് ഇവരുടെ ഇപ്പോഴും കൂടെ നടക്കുന്നതും ഈശോയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതും. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം തന്നെ സമാനമായ ജീവിത തകർച്ചകളിൽ, സങ്കടങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം ത്രേസ്യാമ്മ ജോസഫ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ. ഞാൻ 2025 മെയ് 14 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപ് കൃപാസനമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പലപ്പോഴും പത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജോലി തിരക്ക് കാരണം, ഞാൻ ജോലിയിലായിരുന്നു. അപ്പോഴും എനിക്ക് തിരക്ക് കാരണം ആ പേപ്പറൊന്നും നിവർത്ത് വായിക്കാൻ പോലുമുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഗൗരവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴങ്ങനെയാണ് ഞാൻ എന്താണെന്നറിയാനും എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ ഞാനിവിടെ വരികയും അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഉടമ്പടി പുതുക്കി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയും പുതുക്കി. ആ സമയത്തൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ആ പ്രാർത്ഥനകൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുമായിരുന്നു.
എന്നാൽ എല്ലാ ഉടമ്പടി നിബന്ധനകളും സ്ട്രിക്റ്റായിട്ടൊന്നും ഞാൻ പാലിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഈ ജനുവരി മാസത്തിൽ പുതുക്കിയിരുന്നു. അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് തുടങ്ങി. അതായത് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് നേരത്തെ മുതൽ ചൊല്ലുന്നതാണ്. നമ്മൾ കത്തോലിക്കരായതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ആഴപ്പെട്ട് അതിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, മൂന്നാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ആഴപ്പെടാൻ സാധിച്ചത്. അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ ബെനിഫിറ്റ്സ് കുറേ ഫ്യൂച്ചറിലേക്ക് ഞാൻ ബാങ്കിലിടാനായിട്ട് ചെന്നപ്പോഴെനിക്ക് അവിടുത്തെ തന്നെ ടൈപ്പുള്ള ഇൻഷുറൻസ് കമ്പനികൾ, 2 ബാങ്കിലെ കമ്പനികൾ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതനുസരിച്ച് ഞാൻ 2ലും കുറച്ച് എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഒന്ന് 20 വർഷത്തെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 15 വർഷം കഴിഞ്ഞതിന് ശേഷമേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ എന്നോട് ഏജൻസ് പറഞ്ഞത് 3 പ്രാവശ്യം അടച്ചതിന് ശേഷം നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ഞാൻ അടയ്ക്കാനായിട്ട് വന്നപ്പോൾ ഈ മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടുത്തെ തന്നെ ഒരു എംപ്ലോയിയിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു, നമ്മൾ 20 വർഷം കഴിയാതെ അല്ലെങ്കിൽ മറ്റേ പോളിസി 15 വർഷം കഴിയാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചതിൻ്റെ പകുതി എമൗണ്ട് പോലും കിട്ടത്തില്ല. നമുക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. ഞാനപ്പോഴും ഒരു സീനിയറായിട്ടുള്ളൊരു അഡ്വക്കേറ്റിനെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോഴേ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട്, പുള്ളി ഇതുവർക്ക് വേണ്ടിയെല്ലാം വാദിച്ചിട്ടുമുണ്ട്, പക്ഷേങ്കിൽ ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല, ഇത് പോയെന്ന് കൂട്ടിയാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ, ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലോ ഒക്കെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം, അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് പോയി. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഉപവാസത്തോടു കൂടി നടത്തി. ഇത് നിയോഗം വെച്ചാണ് ചെയ്തത്. അപ്പോഴതിന് ശേഷം ഞങ്ങൾക്ക് പല ആളുകളിൽ നിന്ന്, പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പല ഉപദേശങ്ങൾ ലഭിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഇവർക്ക് കംപ്ലയിൻറ്റ്, ഈ പോളിസി ഇൻഷുറൻസ് കമ്പനികൾക്ക്, ബാങ്കിനുമൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും നേരിട്ട് പോയി ഹെഡ് ഓഫീസിൽ പോയി ഓഫീസേഴ്സിനെയൊക്കെ കാണുകയും അവിടെയൊക്കെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കാര്യം അവിടുത്തെ ഒരു സീനിയർ മാനേജറിനെ കണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വിഷമത്തോടാണ്, എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മാനേജറുടെ പുറകിലായിട്ട് മാതാവിൻ്റെ നീല അങ്കി ധരിച്ച മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് കാണുന്നത്. ആ ഫോട്ടോയിൽ നിന്നിങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ മാനേജർ ഇട്ടിരുന്ന ഒരു മാതാവിൻ്റെ കളറ് സ്കൈ ബ്ലൂ ഷർട്ടാണ്. അതുപോലെ ബാങ്കിൽ ചെല്ലുമ്പോൾ മാനേജർ ഇട്ടിരുന്നതും അതൊരു ബ്ലൂ കളറ് ഡ്രസ്സാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സൈൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട് കാര്യം നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഇവൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഡേറ്റ് കിട്ടി, 23 എന്നുള്ളൊരു ഡേറ്റാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഏപ്രിൽ 23 ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏപ്രിൽ 23 അത് കിട്ടുമായിരിക്കുന്നു. പക്ഷേങ്കിൽ 23 ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് ബാങ്കിൽ നിന്ന് വന്നത്, ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വന്നത്. അതുപോലെ ബാങ്കിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നെയാണ് വന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 2 വർഷം കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇതിൻ്റെ നിബന്ധനകളൊക്കെ കണ്ടതല്ലേ, പിന്നെ നിങ്ങൾ സൈൻ ചെയ്തതല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ലെറ്റർ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് 2 പ്രാവശ്യം രണ്ട് പോളിസി നമ്മൾ അടച്ചെങ്കിലും 3ാമത്തെ പോളിസി അടച്ചു പോയിരുന്നെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന് മുൻപാണ് നമുക്ക് ഇങ്ങനെയൊരു അവരുടെ തന്നെ ഒരു ഏജൻറ്റ് വഴിയായിട്ട് നമുക്കിങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും പിന്നെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്കുമൊക്കെ കാരണം അതാണ്. അത് തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ഈ 23 എന്നുള്ളൊരു ഡേറ്റ് കണ്ടു. ഏപ്രിൽ 23 ആയപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടി. അപ്പോൾ ഞങ്ങളാകെ തളർന്നു പോയി. ആശാഴ്ചയുടെ സമയമാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു.
അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഇവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇവർ തരുന്ന മെയിലുകൾക്കെല്ലാം റിപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ ഓരോ വാദങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സ് വെച്ചാണ് അവർ വാദിക്കുന്നത്. അതിനൊക്കെ കൗണ്ടർ അടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും മെയിൽ അയച്ച് ഫോളോ ചെയ്ത് അവസാനം മിനിഞ്ഞാന്ന്, അതായത് 19-ാം തീയതി വൈകിട്ട് ഒരു ബാങ്കിൽ നിന്നുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തായിട്ട് GST ഉൾപ്പെടെ നല്ല എമൗണ്ട് GST അടച്ചിരുന്നു. ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാണ് ഇതെന്നെ എടുപ്പിച്ചത്. പക്ഷെങ്കിൽ പിന്നീട് ടാക്സ് ഉൾപ്പെടെ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ നല്ലൊരു എമൗണ്ട് ടാക്സ് അടച്ചു. ആ അടച്ച എമൗണ്ട് ഉൾപ്പെടെ നമുക്ക് 19-ാം തീയതി ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് റെമിറ്റ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ബാങ്കിൽ ഇന്നലെ വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ടും അടുത്ത പോളിസിയിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ അടുത്ത കമ്പനിയിൽ നിന്നും നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മോള് പറഞ്ഞിരുന്നു, എനിക്ക് ഈ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ള ഒരു വാക്ക് മാതാവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മോൾക്ക് ഇതുപോലെ തുടക്കത്തിലൊരു നോർമൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് നല്ല ലെവലിലുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഡബിളായി. അങ്ങനെ പോയി നോക്കി 1-2 ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് ടാബ്ലറ്റ് എടുക്കണം, ലൈഫ് ലോങ് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇവൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൃപാസനം മാതാവിൽ, പരിശുദ്ധ അമ്മയിലും തിരുക്കുമാരനിലും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയോടെ വിശുദ്ധ തൈലവും ഉപ്പും കഴിക്കുകയും തൈലം അപ്ലൈ ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ആദ്യത്തെ ടെസ്റ്റിൽ നേരത്തെ കൂടിയിരുന്ന അളവിൽ നിന്ന് വളരെ കുറഞ്ഞു വന്നു. പിന്നീട് വീണ്ടും അങ്ങനെ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ വളരെ നോർമലാണ്. മരുന്നൊന്നും കഴിക്കാതെ തന്നെയാണ് ഭേദമായത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഒരു ചിട്ട അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, എല്ലാം മുടങ്ങാതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടില്ലായിരുന്നു. എല്ലാം ഒരു പ്രകടനമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും യൂട്യൂബിലൂടെ ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗം കൂടുകയും അതുപോലെ സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കുകയും നമ്മുടെ ക്യാൻഡിൽ ലൈറ്റനിങ് പ്രയറിൽ കൂടുകയും ഒക്കെ ചെയ്ത് ഉപവാസം എടുക്കുകയും വിശുദ്ധ ബൈബിൾ വായിക്കുകയും ദിവസേന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടുന്ന് തരുന്ന പേപ്പറെല്ലാം ജാതിമത ഭേദമന്യേ എൻ്റെ ചുറ്റും താമസിക്കുന്നത് പല ജാതി മതത്തിലുള്ളവരാണ്. എല്ലാവർക്കും ഞാൻ ജാതിമത ഭേദമന്യേ അവർക്ക് കൊടുക്കുകയും അവരൊക്കെ വിശ്വാസത്തോടെ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യാനുസരണം ആർക്കാണ് എന്താവശ്യമാണോ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി സന്ദർശനം, അതുപോലെ രോഗികൾക്ക് ആവശ്യമുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് RCC ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും മരിക്കുന്നത് വരെ ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ സഹായിച്ച ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും എൻ്റെ പരിശുദ്ധ തിരുക്കുമാരനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ത്രേസ്യാമ്മ ജോസഫിൻ്റെ സാക്ഷ്യം, അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ എവിടെയോ നഷ്ടപ്പെടുമെന്ന് ജനങ്ങൾ വഴി അവരറിയാനിടയായി. എന്നാൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കയ്യിൽ കൊടുത്തത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നവർക്ക് നല്ല വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു, യൂട്യൂബിൽ ആരാധനയിൽ പ്രാർത്ഥിച്ചു. അവർ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴെല്ലാം ദൈവം മഹത്വപ്പെടുകയായിരുന്നു.
അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ ഒരുക്കി. ഇതാണ് കുറവുകളെല്ലാം നിറവാക്കുന്ന അമ്മ, അന്ധകാരമുള്ളിടത്ത് പ്രകാശമായി കടന്നു വരുന്ന അമ്മ അവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റി. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തെ